നമ്മൾ ബൂട്ടിലാണ്ടാണ് കളിച്ചത്. എലിസബത്ത് രാജ്ഞിയുടെ സഹോദരി മാർഗരറ്റ് വെച്ച് നിങ്ങൾക്ക് ഭയമില്ലേ? ആർസനലിന്റെ ഓഫർ തിരസ്കരിച്ച ഒരാൾ ഇന്ത്യയിലുണ്ട്. കഥ കേട്ട ചിലപ്പോൾ ആളുകൾ വിശ്വസിച്ചു എന്ന് വരില്ല. ഇന്ത്യൻ ഫുട്ബോളിൽ ആരും അറിയാണ്ട് പോയൊരു ലെജൻഡാണ് റഹീം. ലോക ഫുട്ബോളിൽ തന്നെ ഇന്ന് നമ്മൾ കാണുന്ന പല വിപ്ലവങ്ങളും ഈ തുടങ്ങിയിരിക്കുന്നത് റഹീമാണ്. 4 വർഷം കൂടുമ്പോൾ മാത്രമുള്ള ഒരു ചോദ്യമാണ് ഇന്ത്യ എപ്പം ലോകകപ്പ് കളിക്കും. ഈ 20, 25, 30 വയസ്സുള്ള കളിക്കാരെ ഡിയോ മാർട്ടിനല്ല, ലയണൽ മെസ്സി, ലെയണൽ സ്കലോണിയോ, ആൻസലോട്ടി വന്ന് പരിശീലിപ്പിച്ചിട്ട് എന്താ കാര്യം? ജപ്പാനിൽ നടക്കാൻ പോകുന്ന ഏഷ്യൻ ഗെയിംസിൽ നമ്മൾ ഇന്ത്യൻ ഫുട്ബോൾ ടീമിനെ വിടുന്നു പോലും ഇല്ല. ഇവർക്ക് ഫുട്ബോൾ വളർത്തണമെന്ന് ഇവർക്കും ആഗ്രഹമില്ല. ആദ്യത്തെ ഒരു ഓളം കഴിഞ്ഞപ്പം ഈ ISL കൊണ്ട് നമുക്ക് കാര്യമില്ല എന്നൊരു അവസ്ഥ വന്നു. നമുക്ക് ആർക്കും പോയിട്ട് ഫുട്ബോൾ നന്നാക്കാൻ സാധിക്കില്ലല്ലോ. നടത്തേണ്ട ഫെഡറേഷനാണ്, അതായത് പാടേ പരാജയപ്പെട്ടു. പതിവ് പോലെ ഈ ലോകകപ്പിലും അർജന്റീനയ്ക്കും ബ്രസീലിനും പോർച്ചുഗലിനും ഫ്രാൻസിനും ഒക്കെ ആർപ്പ് വിളിക്കാനായിരുന്നു നമ്മളുടെ യോഗം. 1.5 ലക്ഷം ജനസംഖ്യയുള്ള കുറാസോയും 6 ലക്ഷത്തിൽ താഴെ ജനസംഖ്യയുള്ള കേപ്പ് വെർദെയും ഒക്കെ ഈ ലോകകപ്പിനെത്തി ഞെട്ടിക്കുമ്പോൾ ഇത്രയധികം കോടിക്കണക്കിന് ജനസംഖ്യയുള്ള നമ്മൾ ഇന്ത്യക്കാർക്ക് ഇപ്പോഴും കാഴ്ചക്കാർ മാത്രമാവാനാണ് വിധി. ഇത് എന്താണ് നമ്മളെ ഇന്ത്യൻ ഫുട്ബോളിന് സംഭവിക്കുന്നത്? ഇപ്പോഴും ഒരു ഏഷ്യൻ ലെവലിൽ പോലും കോമ്പീറ്റ് ചെയ്യാനുള്ള ഒരു ടീം നമ്മളുടെ ഇന്ത്യക്ക് ഇല്ലാത്തത് എന്തുകൊണ്ടാണ്? ഇനി എന്നെങ്കിലും ഇന്ത്യക്ക് വേൾഡ് കപ്പ് കളിക്കാൻ പറ്റുമോ? ഈ ജിതേഷ് ചോദിച്ച അവസാനത്തെ ചോദ്യത്തിനും ഉത്തരം പറയാം. നമ്മുടെ ആഗ്രഹം, മനസ്സിലൊരു ആഗ്രഹം വെച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യ ലോകകപ്പ് കളിക്കും. പക്ഷേ യാഥാർത്ഥ്യം വെച്ച് നോക്കുകയാണെങ്കിൽ അതിനൊരു വിദൂര സാധ്യത പോലും ഇല്ല. നമ്മുടെ തലമുറ എന്നല്ല, നമ്മുടെ അടുത്ത തലമുറയ്ക്ക് പോലും അത് കാണാനൊരു ഭാഗ്യം ഉണ്ടാവുമെന്ന് അറിയില്ല. ഇന്ത്യ ലോകകപ്പ് കളിക്കാനൊരു യോഗമുള്ളത് എപ്പോഴാണെന്ന് വെച്ചാൽ, നമ്മൾ ഒരിക്കലും കളിച്ചു Under-17 വേൾഡ് കപ്പ്. അത് ഇന്ത്യ ആതിഥേയത്വം വഹിച്ചപ്പോൾ. പിന്നെയും ഇന്ത്യക്ക് ലോകകപ്പ് കളിക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പക്ഷേ ഒരേ ഒരു വഴി എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യ ആതിഥേയത്വം വഹിക്കുക എന്നുള്ളതാണ്. പക്ഷെ അതിനിപ്പോൾ ഈ അടുത്ത കാലത്ത് സാധ്യതയില്ല. കാരണം 2030 പോർച്ചുഗലും സ്പെയിനും മൊറോക്കോയാണ് നടത്തുന്നത്, 34 സൗദി അറേബ്യയാണ് നടത്തുന്നത്. ഇനി നമ്മൾ 38 വേണം ശ്രമിക്കാൻ. പക്ഷെ അവിടെ ഒരു പ്രശ്നം, നമ്മൾ 36 ഒളിമ്പിക്സ് ഓൾറെഡി നമ്മൾ ആതിഥേയത്വം വഹിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ്. ഇപ്പം 36 ഒളിമ്പിക്സും 38 ലോകകപ്പ് കൂടിയൊക്കെ ഇന്ത്യ ഏറ്റെടുക്കുമെന്ന് അറിയില്ല. പക്ഷെ ഒരു പക്ഷേ ഫിഫയ്ക്ക് താല്പര്യമുണ്ടോ? കാരണം ഇന്ത്യയെ പോലെ 140 കോടി ജനങ്ങളുള്ള ഒരു മാർക്കറ്റ്, രാജ്യം എന്നല്ല ഒരു മാർക്കറ്റ്, ഒരു വിപണി മുന്നിലുള്ളത് കൊണ്ട് ഫിഫയ്ക്ക് താല്പര്യമുണ്ട്. ഫിഫ എത്രയോ കാലങ്ങളായിട്ട് ഇന്ത്യയിൽ ഈ ഫുട്ബോളിനെ പോപ്പുലറൈസ് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഫിഫ പലതവണ നടത്തുന്നുണ്ട്. ഇന്ത്യയോടുള്ള താല്പര്യമോ അല്ലെങ്കിൽ ഫുട്ബോളിനോടുള്ള താല്പര്യമൊന്നുമില്ല. അത്രയും വലിയൊരു വിപണി വേറെ എവിടെയുള്ളത്? അവരുടെ മുന്നിൽ BCCIൻ്റെ ഒരു വലിയ ഖജനാവ് അവർ കാണുന്നുണ്ട്. അവരെക്കാളും വലിയ ഖജനാവാണ്, ഭണ്ഡാരമാണ് BCCIയുടെ കയ്യിലുള്ളത്. BCCI അത് മുഴുവൻ ഉണ്ടാക്കിയിരിക്കുന്നത് എവിടുന്ന്? ഈ 140 കോടി ജനങ്ങളുടെ വികാരങ്ങളെ ചൂഷണം ചെയ്ത് തന്നെയാണ്, അതിനെ വിറ്റ് കാശാക്കി തന്നെയാണ്. ഫിഫയുടെ പ്രധാനമായിട്ടുള്ള സംഗതിയും കച്ചവടം തന്നെയാണ്. അവർ ഫുട്ബോളിനെ വിറ്റ് കാശാക്കുക തന്നെയാണ്. ഈ ലോകകപ്പിൽ എന്താ ഹൈഡ്രേഷൻ ബ്രേക്കൊക്കെ അവർ കണ്ടില്ലേ, പുതിയ പരിഷ്കാരം എന്നുള്ള പേര് നടത്തിയിട്ട് അതൊക്കെ വിൽപ്പന ചരക്കുകൾ തന്നെയാണ്. അപ്പോൾ സ്വാഭാവികം ഫിഫയ്ക്ക് താല്പര്യമുണ്ട്. പക്ഷേ ഇന്ത്യക്ക് താല്പര്യമുണ്ടോ അല്ലെങ്കിൽ ഇന്ത്യക്കാർക്ക് താല്പര്യമുണ്ടോ എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളൊരു ചോദ്യം. കാരണം നമ്മൾ ഫ്രാൻസിനും ജർമ്മനിക്കും ബ്രസീലിനും സ്പെയിനൊക്കെ വേണ്ടി ആർപ്പ് വിളിക്കുന്ന ജനങ്ങൾ, അതും ലോകകപ്പ് വരുന്ന സമയത്ത് ആർപ്പ് വിളിക്കുന്ന ജനങ്ങൾ കൊടിതോരണങ്ങൾ കെട്ടും, പിന്നെ നമ്മൾ ഫാൻ ഫൈറ്റ് നടത്തും. പക്ഷേ ഇവരെ എത്ര പേര് നമ്മൾ ഇന്ത്യക്ക് വേണ്ടി നടത്തും? നമ്മൾ ഇന്ത്യയുടെ കളികൾ എത്ര പേര് കാണാൻ പോകും? അത് നമ്മൾ സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. പക്ഷെ എന്തായാലും ഇന്ത്യ കളിക്കുമോ എന്ന് ചോദിച്ചാൽ ഈ സമീപ ഭാവിയിൽ ലോകകപ്പിന് വേദി ഒരുക്കിയിട്ടില്ലെങ്കിൽ സമീപ ഭാവിയിലൊന്നും നമ്മൾ കളിക്കും നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. കാരണം ഇപ്പോൾ നമ്മുടെ റാങ്കിങ് എത്ര? 139, 94 വരെ പോയവരാ. ഈ 139 റാങ്കുള്ള ഒരാൾ ലോകകപ്പ് കളിക്കാൻ ആഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ പൊട്ടക്കിണറ്റിലിരിക്കും തവളയ്ക്ക് കുന്നിൻ മുകളിൽ പറക്കാൻ മോഹം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിന് തുല്യമാണ്. അതൊക്കെ നമ്മുടെ സ്വപ്നങ്ങൾക്കൊക്കെ അപ്പുറത്താണ്. അതിനെന്തെങ്കിലും നമ്മൾ ശ്രമങ്ങൾ നടത്തുന്നുണ്ടോ? എല്ലാ ലോകകപ്പിൻ്റെ സമയത്തും നമ്മൾ വരുന്നൊരു ചോദ്യമാണ് ഇന്ത്യ കളിക്കുമോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ നമ്മളെപ്പോഴും പറയുന്നത് നമ്മുടെ ഒരു പ്രശ്നം ആ സമയത്ത് മാത്രമേ നമ്മളങ്ങനെ ചോദിക്കുള്ളൂ. അതായത് 4 വർഷം കൂടുമ്പോൾ മാത്രമുള്ള ഒരു ചോദ്യമാണ് ഇന്ത്യ എപ്പം ലോകകപ്പ് കളിക്കും, അല്ലെങ്കിൽ ഇന്ത്യ എന്താണ് കളിക്കാത്തത്? ജിതേഷ് ഇപ്പോൾ ചോദിച്ചു, 1.5 ലക്ഷം ജനസംഖ്യയുള്ള കേപ്പ് വെർദെയും കുറാസോ ഒക്കെ കളിക്കുമ്പം ഈ 140 കോടി ജനങ്ങളുള്ള ഇന്ത്യക്ക് എന്തുകൊണ്ട് കളിക്കാൻ സാധിക്കുന്നില്ല? ഈ 140 കോടി ജനങ്ങളിൽ നിന്ന് ഒരു 11 പേരെ കണ്ടെത്താനാണോ ബുദ്ധിമുട്ടെന്ന്? അത് ശരിക്കും ഒരു അതിശയോക്തി കളയുന്ന സംഗതിയാണ്. കാരണം എന്താ അറിയോ, നമ്മൾ 140 കോടി ജനങ്ങളും ഫുട്ബോൾ കളിക്കുന്നില്ല, 140 കോടി ജനങ്ങളും ഫുട്ബോൾ കാണുന്നില്ല, 140 കോടി ജനങ്ങൾക്ക് ഫുട്ബോൾ എന്താണെന്നും അറിയില്ല. ശരിക്കും ഇന്ത്യയുടെ ചരിത്രം എടുത്താൽ, ഫുട്ബോളിൻ്റെ ചരിത്രം എടുത്താൽ വളരെ ചുരുങ്ങിയ സ്ഥലങ്ങളിൽ മാത്രമേ കളിക്കുന്നുള്ളൂ. കേരളത്തിലുണ്ട്, ബംഗാളിലുണ്ട്, ഗോവയിലുണ്ട്, പഞ്ചാബിലുണ്ട്, ഇപ്പം നിലവിൽ മിസോറാം, മണിപ്പൂർ മറന്നുപോയത്, അവരാണ് ആദ്യം കൊടുക്കേണ്ടത് അവർക്കാണ്. ഇത്രയും സ്ഥലങ്ങളിലാണ് പ്രധാനമായിട്ട് ഫുട്ബോൾ ഉള്ളത്. ഫുട്ബോളിൻ്റെ പവർ ഹൗസുകളായിരുന്നു, ഒരു കാലത്ത് പവർ ഹൗസുകളായിരുന്ന രാജസ്ഥാനിൽ ഇന്നില്ല. മകൻ സിംഗിൻ്റെ ഒക്കെ നാട്ടിൽ രാജസ്ഥാനിലും വലിയ ഫുട്ബോൾ ടീമില്ല. ഹൈദരാബാദ് എത്ര ലെജൻസിനുണ്ടാക്കിയ സ്ഥലമാണ് ഹൈദരാബാദ്. അവിടുന്ന് എത്ര പേര് കളിക്കാർ ഇന്ന് വരുന്നുണ്ടില്ല. എത്ര കളിക്കാർ വന്ന സ്ഥലമാണ് തമിഴ്നാട്. എത്ര ഒളിമ്പ്യന്മാരെ സൃഷ്ടിച്ച നാടാണ് കർണാടകം. അവിടെ നിന്ന് ഇപ്പോൾ ഫുട്ബോൾ കാര്യമായിട്ടില്ല. വളരെ ചുരുങ്ങിയ സ്ഥലത്തേക്ക് ഒതുങ്ങി. കേരളം, ഇപ്പോൾ ബംഗാളിനെ പോലെ കേരളം ഫുട്ബോളിൻ്റെ ഒരു ഈറ്റിൽ വേണമെന്ന് നമ്മൾ പറയും. എത്ര ലെജൻഡുകൾ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. IM വിജയൻ, VB സത്യൻ, ഒളിമ്പ്യൻ റഹ്മാൻ, വിക്ടർ മഞ്ഞില, സൈമൺ സുന്ദരരാജ്, അങ്ങനെ പ്രതിഭകൾ നീണ്ട നേരം നമ്മൾ സംഭാവന ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ ഫുട്ബോളിന്. പക്ഷെ നമ്മൾ പറയുകയാണെങ്കിൽ കേരളത്തിൽ എത്ര സ്ഥലത്ത് ഫുട്ബോൾ കളിക്കുന്നുണ്ട്? ഇപ്പോഴും പണ്ടും വളരെ ചെറിയ പോക്കറ്റുകളിലേ ഉള്ളൂ.
അപ്പോൾ മൊത്തം ഇന്ത്യ എടുത്താൽ ഈ 140 കോടി ജനങ്ങളിൽ നിന്ന് 11 പേര് എടുക്കുക എന്നുള്ളത് വെറുതെയാണ്. മൊത്തം കണക്കെടുത്താൽ ഈ കേപ്പ് വെറുതെയുടെ 1.5 ലക്ഷം നമ്മുടെ 1.5 ലക്ഷമൊക്കെ ഏതാണ്ട് തുല്യമാണ്. അതുകൊണ്ട് അതിൽ വലിയൊരു അർത്ഥം ശരിക്കും അതിലില്ല. ഇപ്പം നമ്മൾ ഈ വേൾഡ് കപ്പ് കളിച്ച കാര്യങ്ങളിലേക്ക് വന്നാൽ 1950 ഇന്ത്യക്ക് വേൾഡ് കപ്പ് കളിക്കാനുള്ള ഒരു സുവർണാവസരം ഉണ്ടായിരുന്നു. ഇന്ത്യ യോഗ്യതാ റൗണ്ട് മത്സരം ഒന്നും കളിച്ചിട്ടല്ലായിരുന്നു. അന്ന് ഏഷ്യൻ രാജ്യങ്ങളുടെ ഒരു പ്രതിനിധി എന്നുള്ള നിലയിലായിരുന്നു. അന്ന് ഫിലിപ്പീൻസ്, മ്യാൻമർ, ഇന്തോനേഷ്യ ഈ രാജ്യങ്ങളൊക്കെ വേൾഡ് കപ്പിൽ നിന്ന് വിഡ്രോ ചെയ്തപ്പം അന്ന് ബ്രസീലിലായിരുന്നു വേൾഡ് കപ്പ് നടന്നത്. അന്ന് ഇന്ത്യക്ക് അല്ലെങ്കിൽ ഏഷ്യൻ പ്രതിനിധിയായിട്ട് ഇന്ത്യക്ക് കളിക്കാനുള്ള ഒരു അവസരമായിരുന്നു അന്ന് തുറന്നു കിട്ടിയത്, അല്ലെങ്കിൽ വീണ് കിട്ടിയത്. പക്ഷെ നമ്മളന്ന് കളിക്കാൻ പോയില്ല. അതിന് പിന്നിലും കുറേ കഥകളൊക്കെ പ്രചരിച്ചിരുന്നു. എന്താ ഇന്ത്യ നഗ്നപാതരായിട്ട് കളിക്കുന്നതുകൊണ്ട് അന്ന് ഫിഫ ഇന്ത്യയെ കളിപ്പിക്കാതിരുന്നതാണ്, അങ്ങനത്തെ കഥകളൊക്കെ, തെറ്റായ കഥകളൊക്കെ പ്രചരിച്ചിരുന്നു. അപ്പോൾ അന്നത്തെ ലോകകപ്പിൽ ഇന്ത്യ പങ്കെടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇന്ത്യ ഇന്നത്തെ നിലയിൽ ഈ ലോകകപ്പിൽ എവിടെയും ഒരു സാന്നിധ്യമാകാതിരുന്ന ഒരു നിലയിലേക്ക് ഇന്ത്യ മാറേണ്ട ഗതി വരുമായിരുന്നു. ആ ലോകകപ്പിന് വേറൊരു പ്രത്യേകത ഉണ്ട്. ശരിക്കും ഇന്ത്യ പങ്കെടുത്തിരുന്നെങ്കിൽ നമ്മൾ പങ്കെടുത്തൊരു ലോകകപ്പ് എന്നാവുമായിരുന്നു. ഇന്നും ആ ലോകകപ്പ് ചരിത്രത്തിൽ ഇടം നേടിയ ലോകകപ്പാണ്. കാരണം അതാണ് മാരക്കാന ദുരന്തം നടന്നത്. അതിൻ്റെ ഫൈനലിലാണ് 2 ലക്ഷത്തോളം മാരക്കാന സ്റ്റേഡിയത്തിൽ 2 ലക്ഷത്തോളം കാണികൾക്ക് മുന്നിൽ ബ്രസീൽ ഉറുഗ്വേയോട് തോൽക്കുന്നത്. ശരിക്കും നമ്മൾ പങ്കെടുത്തിരുന്നത് നമ്മളിന്ന് ഓർക്കുന്നത് മാരക്കാന ദുരന്തത്തിൻ്റെ പേരിലായിരിക്കില്ല, ഇന്ത്യ കളിച്ചൊരു ലോകകപ്പ് എന്നുള്ള പേരിലായിരുന്നു. പക്ഷെ നമ്മൾക്കും കളിക്കാൻ പറ്റുന്നൊരു സാഹചര്യമായിരുന്നില്ല. കാരണം നമ്മൾ സ്വാതന്ത്ര്യം നേടി വളരെ കുറച്ച് കാലമായിട്ടേ ഉള്ളൂ. രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ കെടുതികൾ നമ്മൾക്കും ഉണ്ട്. പിന്നെ അതിൽ പ്രചരിച്ച കഥ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബൂട്ടില്ലാണ്ട് കളിച്ചു എന്നുള്ളത്. അത് എല്ലാവർക്കും അറിയുന്നത്, കാരണം അതൊരു കള്ളക്കഥയാണ്. നമ്മൾ ബൂട്ടില്ലാണ്ടാണ് കളിച്ചത്. കാരണം നമ്മൾ 48 ലണ്ടൻ ഒളിമ്പിക്സിലും ഒക്കെ നമ്മൾ കളിച്ചത് ബൂട്ടില്ലാതെയാണ്. ഫിഫ ബൂട്ടില്ലാതെ കളിക്കുന്നതിന് ഫിഫ ഒരു വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. പക്ഷേ അത് 50 ലോകകപ്പിൽ അത്രയും ഒരു വിലക്കില്ല. 53 ഫിഫ ബൂട്ട് നിർബന്ധമാക്കിയത്. പക്ഷെ അതിനിടയ്ക്ക് നമ്മൾ കളിച്ചിട്ടുണ്ട്. 52 ഹെൽസിങ്കി ഒളിമ്പിക്സ് നമ്മൾ ബൂട്ടില്ലാതെയാണ് കളിച്ചത്. അപ്പോൾ അതൊന്നും ആയിരുന്നില്ല പ്രശ്നം. പ്രധാനമായിട്ട് നമ്മൾ ഇന്ത്യ നേരിട്ടിരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ സാമ്പത്തിക പ്രശ്നങ്ങൾ തന്നെയായിരുന്നു. നമ്മളത് പ്രാധാന്യം കൊടുത്തത് ലോകകപ്പിനായിരുന്നില്ല. നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ മത്സരം എന്ന് പറഞ്ഞാൽ അന്ന് ഒളിമ്പിക്സ് ആണ്. നമ്മൾ ഫുട്ബോൾ ലെജൻഡുകളായിട്ടുള്ള ശൈലൻ മന്നയും മേവാലാലും ഒക്കെ അത് പറഞ്ഞിട്ടുണ്ട്. കാരണം മേവാലാലൊക്കെ പറഞ്ഞ് നമ്മൾ ലോകകപ്പിനെ കുറിച്ചൊന്ന് കേട്ടുകേൾവി പോലും ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അതിന് ഒട്ടും പ്രാധാന്യം കൊടുത്തിട്ടില്ല. രണ്ടാമതൊരു പ്രശ്നം, ഒരു ചെറിയൊരു പേടി ഇന്ത്യക്ക് ഉണ്ടായിരുന്നു. കാരണം നമ്മളിവിടെ ഇന്ത്യയിൽ നിന്ന് കളിച്ചുകൊണ്ടിരുന്നത് 70 മിനിറ്റാണ് കളി. ലോകകപ്പ് നടക്കുന്നത് 90 മിനിറ്റാണ്. അപ്പോൾ 70 മിനിറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് 90 മിനിറ്റ് പോയി കളിക്കാൻ സാധിക്കുമോ എന്നുള്ളൊരു ഭയം സ്വാഭാവികമായിട്ടുണ്ടായിരുന്നു. പിന്നെ മാത്രമല്ല നമ്മൾ 48 ഒളിമ്പിക്സ് കളിച്ചു. അന്ന് ശരിക്കും ഫിഫ ഇന്ത്യ കളിക്കാൻ വേണ്ടി ഫിഫ എല്ലാ സഹായങ്ങളും തന്നിരുന്നു. ബ്രസീലിയൻ ഫുട്ബോൾ ഫെഡറേഷൻ നമ്മളെ ക്ഷണിച്ചിരുന്നു, അവർ സഹായങ്ങൾ തരാമെന്ന് പറഞ്ഞു. സാമ്പത്തിക പരാധീനതകൾക്ക് പുറമെ ഇതിനെക്കുറിച്ചുള്ള ഒരു അജ്ഞത കൂടി ഒരു വലിയൊരു കാരണമായിരുന്നു. പക്ഷേ നമ്മൾ കളിച്ചിരുന്നെങ്കിൽ അതൊരു വലിയ ചരിത്രമാവും, ഒരുപാട് പക്ഷേ വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടാവില്ല. ശരിക്കും നമ്മളെ അവർ ഉൾപ്പെടുത്തി ഡ്രോ വരെ ഇട്ടു. ജൂൺ 28 നമ്മൾ കളിക്കേണ്ടിയിരുന്നു. സ്വീഡൻ, പരാഗ്വേ, ഇറ്റലി എന്ന് പറഞ്ഞത് ലോക ജേതാക്കളാണ്. ഈ രാജ്യങ്ങളുടെ ഗ്രൂപ്പിലായിരുന്നു ഇന്ത്യ എന്ന് ഉൾപ്പെടുത്തിയത്. അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ നമുക്ക് മറക്കാൻ പറ്റാത്തൊരു ഒരു ടൂർണമെൻറ്റായിട്ട് അത് മാറുമായിരുന്നു. ചിലപ്പോൾ ഒരു പക്ഷേ അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നമ്മൾ തുടർന്നും കളിക്കുമായിരുന്നു. പക്ഷെ എന്തായാലും അത് നമ്മളിപ്പോൾ ക്രിക്കറ്റിലൊക്കെ നമ്മൾ കണ്ടത് അങ്ങനെയാണ്. 83 കപിൽ ദേവ് കപ്പടിച്ചതിന് ശേഷമാണ് ഇന്ത്യയിൽ ക്രിക്കറ്റ് ഇങ്ങനെയും വളർന്നു വന്നത്. അതേപോലെ അന്ന് ഇന്ത്യ ഒരു പക്ഷേ ആ ലോകകപ്പിൽ കളിച്ചിരുന്നെങ്കിൽ ഇന്ത്യയിൽ ഫുട്ബോളും വലിയ രീതിയിൽ വളരാനുള്ളൊരു പ്രചോദനമായേനെ. 83 കപിലിൻ്റെ നേതൃത്വത്തിലുള്ള ടീം കപ്പടിച്ചത് കൊണ്ട് മാത്രമാണ് ഇത്രയും വലിയൊരു വളർച്ച ക്രിക്കറ്റ് ഉണ്ടായതും അത് മറ്റു കളികളെ പോലും വിഴുങ്ങുന്ന രീതിയിലേക്ക് വളർന്നതും. അതിനു മുന്നേ നമ്മൾ ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട്. പക്ഷേ ഫുട്ബോൾ കളിച്ചത് കൊണ്ട് നമ്മളൊരു നേട്ടം കൊയ്യണമെന്നില്ല. പക്ഷെ നമ്മളെപ്പോഴും നമ്മുടെ നോട്ടം മുഴുവനും ഒളിമ്പിക്സാണ്. പക്ഷെ ഒളിമ്പിക്സിൽ നമ്മൾ വലിയ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. 56 ഒളിമ്പിക്സിൽ നമ്മൾ 4ാം സ്ഥാനക്കാരാണ്. ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കളിച്ച ലണ്ടൻ ഒളിമ്പിക്സ്, നമ്മൾ നേരത്തെ നഗ്നപാതരുടെ കാര്യം പറഞ്ഞു. 48 ലണ്ടൻ ഒളിമ്പിക്സിൽ കളിക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ നഗ്നപാതരാം. ആ കളി കണ്ടിട്ട് നമ്മുടെ അന്നത്തെ ജോർജ് 6ാമൻ രാജാവ്, എലിസബത്ത് രാജ്ഞിയുടെ അച്ഛൻ ജോർജ് 6ാമൻ രാജാവ് നമുക്കൊരു ഇന്ത്യൻ ടീമിനെ ബക്കിംഗ്ഹാം പാലസിൽ ക്ഷണിച്ചിട്ട് ഒരു വിരുന്ന് കൊടുത്തിട്ട് അന്ന് നമ്മുടെ ശൈലൻ മന്നയുടെ കാല് തൊട്ട് നോക്കി, നിങ്ങളൊക്കെ സ്റ്റീലിൻ്റെ കാലുകളാണോ എന്ന് ചോദിച്ചു. അതിൽ ആ കളി കാണാൻ വേണ്ടിയിട്ട് അന്ന് മാർഗരറ്റ എന്ന് പറഞ്ഞാൽ എലിസബത്ത് രാജ്ഞിയുടെ സഹോദരി. മാർഗരറ്റ് ചോദിച്ചു, നിങ്ങൾക്ക് ഭയമില്ലേ ഈ ബൂട്ടുള്ള ആളുകളുടെ കൂടെ ബൂട്ടില്ലാതെ കളിക്കാൻ നിങ്ങൾക്ക് ഭയമില്ലേ എന്നൊക്കെ ചോദിച്ചു. അന്നത്തെ നമ്മുടെ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ ഡോക്ടർ ടാലിമരൻ ആവോ ആണ്, നാഗാലാൻഡുകാരനാണ്. ആവോ തന്നെ വലിയൊരു കഥാപാത്രമാണ്. കാരണം ഡോക്ടറാണ്. ശരിക്കും ആർസനലിൽ നിന്ന് ഓഫർ വന്നതാണ് ഡോക്ടർക്ക്. പക്ഷെ അച്ഛൻ നാഗാ ജനങ്ങളെ ശുശ്രൂഷിക്കണമെന്ന് പറഞ്ഞിട്ട് ആർസനലിൽ പോകാണ്ടിരുന്നത്. ഇന്നത്തെ ഈ കഥ കേട്ട ചിലപ്പോൾ ആളുകൾ വിശ്വസിച്ചു എന്ന് വരില്ല. കാരണം ആർസനലിൻ്റെ ഓഫർ തിരസ്കരിച്ച ഒരാൾ ഇന്ത്യയിലുണ്ട്. ഡോക്ടർ പറഞ്ഞൊരു കഥയുണ്ട്, ഈ കളിയാക്കും, ഈ എല്ലാവരും നഗ്നപാതർ എന്ന് പറഞ്ഞ് കളിയാക്കുമ്പോൾ പറയും, ഞങ്ങളാണ് ശരിയായിട്ടുള്ള ഫുട്ബോൾ കളിക്കുന്നത്, കാരണം ഞങ്ങൾ ഫൂട്ട് കൊണ്ടാണ് കളിക്കുന്നത്, നിങ്ങൾ കളിക്കുന്നത് ബൂട്ട് ബോളാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ നമ്മളത് കളിച്ചത് മാത്രമല്ല, നമ്മൾ ഫ്രാൻസിനോട് നേരിയ വ്യത്യാസമാണ് നമ്മൾ തോറ്റത്. ഒറ്റ കളിയെന്ന് 48 ഒളിമ്പിക്സ് നമ്മൾ കളിച്ചുള്ളത് ഫ്രാൻസിനോടാണ്, 2-1. അത് അവസാനം 85-ാം മിനിറ്റിൽ വീണൊരു ഗോളിനാണ് നമ്മൾ ഫ്രാൻസിനോട് തോൽക്കുന്നത്. ഇന്നത്തെ തലമുറ അത് കേട്ടാൽ ചിലപ്പോൾ ചിരിക്കും, നമ്മളെന്തോ പുളു പറയാമെന്നൊക്കെ വിചാരിക്കും.
അത്രയും വലിയ നല്ല കളി കളിച്ചു ഈ പിന്നെ നഗ്നപാതരായിട്ടും. പിന്നെ നമ്മൾ 52 ഹെൽസിങ്കിയിലേക്ക് പോയതും നഗ്നപാതരായിട്ടാണ്. അവിടെ നമ്മളെ നേരിട്ടത് യൂഗോസ്ലാവിയാണ്. യൂഗോസ്ലാവിയ 10-1 നമ്മളെ തോൽപ്പിച്ചു. ഒന്നാമത് അവിടെ കടുത്ത തണുപ്പായിരുന്നു. ഈ തണുപ്പിലാണ് ഈ കളിക്കാർ മുഴുവനും പിന്നെ ബൂട്ട് കെട്ടാതെ കളിക്കാൻ ഇറങ്ങുന്നത്. മറ്റെല്ലാ ടീമുകൾക്കും ബൂട്ടുണ്ട്. എന്നിട്ട് 10-1 തോറ്റു. ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ തോൽവിയാണ്. യൂഗോസ്ലാവിയ എന്ന് പറഞ്ഞ ടീം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ക്രൊയേഷ്യയും ബോസ്നിയും, ഇന്ന് ലോകകപ്പിൽ കളിക്കുന്ന ക്രൊയേഷ്യയും ബോസ്നിയൊക്കെ ഒന്ന് യൂഗോസ്ലാവിയാണ്. അവരോട് 10-1 തോറ്റു. അതൊരു വലിയ നാണക്കേടായിട്ട് നമുക്ക് മാറി. പക്ഷേ അതിനുശേഷം നമ്മൾ തിരിച്ചു വന്നു. പിന്നീടാണ് 56 നമ്മൾ മെൽബൺ ഒളിമ്പിക്സ് കളിക്കുന്നത്. അന്ന് ഹെൽസിങ്കിയിൽ നമ്മളെ തോൽപ്പിച്ച യൂഗോസ്ലാവിയ ടീം പിന്നെ വെള്ളി മെഡൽ നേടി. ഫൈനലിൽ അന്ന് അവർ തോറ്റത് ഹംഗറിയുടെ മാജിക്കൽ മഗിയാസ്, അന്നത്തെ ഫ്രാങ്ക് പുഷ്കാസിൻ്റെ മാജിക്കൽ മഗിയാസ് നമ്മൾ പറയുന്ന ഹംഗറിയോടാണ് അവർ തോറ്റത്. പിന്നീട് 56 ഒളിമ്പിക്സ് ആകുമ്പോഴേക്കും, മെൽബൺ ആകുമ്പോഴേക്കും നമ്മുടെ രൂപം ആകെ മാറി. നമ്മൾ ഗംഭീരമായിട്ട് കളിച്ചു. നമ്മൾ ഫ്രാൻസിനെ തോൽപ്പിച്ചു, ആതിഥേയരായിട്ടുള്ള ഓസ്ട്രേലിയനെ തോൽപ്പിച്ചു, നമ്മൾ സെമിയിലെത്തി. സെമിയിൽ വീണ്ടും നമുക്ക് കിട്ടിയിരിക്കുന്നത് യൂഗോസ്ലാവിയനാണ്. പക്ഷേ ഈ 10-1 തോറ്റ യൂഗോസ്ലാവിയോട് അത്തവണ നമ്മൾ 4 ഗോളിനെ തോറ്റിട്ടുള്ളൂ. അങ്ങനെ ഒളിമ്പിക്സിൽ 4ാം സ്ഥാനമായി. പിന്നീട് നമ്മൾ റോം ഒളിമ്പിക്സ് കളിച്ചു. അത് ഹംഗറി, പെറുവും ഫ്രാൻസൊക്കെ ഉള്ള ശരിക്കും അന്നത്തെ മരണ ഗ്രൂപ്പ്, ഇന്ന് നമ്മൾ മരണ ഗ്രൂപ്പ് എന്ന് പറയുന്നത്, അന്നത്തെ മരണ ഗ്രൂപ്പിലാണ് നമ്മൾ ചെന്ന് പെട്ടത്. അതിൽ നമ്മൾ ഫ്രാൻസിനെ 1-1 സമനിലയിൽ പിടിക്കുകയും ചെയ്തു. നമ്മുടെ PK ബാനർജിയാണെന്ന് ഗോളടിച്ചത്. പക്ഷെ അതോടുകൂടി എന്ത് സംഭവിച്ചു? നമ്മുടെ ഒരു സുവർണ്ണ കാലം അസ്തമിച്ചു. പിന്നെ നമ്മൾ ലോക ഫുട്ബോളിൻ്റെ പിന്നെ ഉമ്മറത്തേക്കോ അല്ലെങ്കിൽ പിന്നെ പടികടന്ന് എത്തുപോയിട്ട് അതിൻ്റെ അടിക്കളപ്പുറത്തേക്ക് പോലും എത്താൻ നമുക്ക് സാധിച്ചിട്ടില്ല. അതോടെ ഈ 60 കൂടി നമ്മൾ ലോക ഫുട്ബോൾ ഭൂപടത്തിൽ നിന്ന് ശരിക്കും നമ്മൾ മാഞ്ഞുപോയി. ഏഷ്യയിലും പക്ഷേ ഏഷ്യൻ ഗെയിംസിലും അങ്ങനെയാണ്. നമുക്ക് 2 ഏഷ്യൻ ഗെയിംസ് സ്വർണ്ണം നേടിയ ടീമാണ് ഇന്ത്യ. ന്യൂഡൽഹിയിലും ജക്കാർത്തയിലും നമ്മൾ സ്വർണ്ണം നേടി. ജക്കാർത്തയിൽ 62 ജക്കാർത്തയിൽ സ്വർണ്ണത്തോടു കൂടി തന്നെ നമ്മൾ ഏഷ്യയിലും ഒരു പിന്നെ ശക്തികളല്ലാണ്ട് മാറി. ജക്കാർത്ത ഏഷ്യൻ ഗെയിംസൊക്കെ നമ്മൾ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. കാരണം നമ്മൾ ഫൈനലിൽ കളിക്കുന്ന സൗത്ത് കൊറിയയോട് കൂടിയാണ്. ഇന്ന് ലോകകപ്പിൽ കളിക്കുന്ന സൗത്ത് കൊറിയ. രാഷ്ട്രീയ കാരണം കൊണ്ട് ഇന്തോനേഷ്യക്കാർക്ക് ഭയങ്കര വൈരാഗ്യം വരും ഇന്ത്യയോട്. നമുക്കിത് കളിക്കാനൊന്നും പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. ബസ്സിന് നേരെ ആക്രമണം ഉണ്ടായി. എന്നിട്ട് നമ്മൾ ജർണേൽ സിംഗ് ആണെന്ന് ക്യാപ്റ്റൻ. എന്നിട്ട് ജർണേൽ സിംഗ് തല കണ്ട തിരിച്ചറിയെന്ന് വിചാരിച്ചിട്ട് ജർണേൽ സിംഗ് ബസ്സിൻ്റെ ഉള്ളിൽ ഈ തല താഴ്ത്തി ഇരിക്കുകയായിരുന്നു. എന്നിട്ടാണ് നമ്മൾ സ്റ്റേഡിയത്തിൽ പോയത്. സ്റ്റേഡിയത്തിൽ പോയിട്ട് അവിടെ പൂവലും ബഹളവും, നമ്മുടെ ദേശീയ ഗാനത്തിന് പോലും അവർ കൂവി. എന്നിട്ട് പിന്നെ വിസിൽ കേൾക്കാൻ പറ്റാത്ത സാഹചര്യം. എന്നിട്ട് നമ്മൾ 2-1 ദക്ഷിണ കൊറിയയെ തോൽപ്പിച്ച് നമ്മൾ സ്വർണ്ണം നേടി. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ വീരകഥകളാണ്. പുതിയ തലമുറയെ നമ്മൾ പാഠപുസ്തകങ്ങളിലൊക്കെ പഠിപ്പിക്കേണ്ട പാഠങ്ങളാണ് ഇതൊക്കെ. പക്ഷെ അതോടുകൂടി ഏഷ്യൻ ഗെയിംസിൽ നമ്മൾ പതുക്കെ പിന്നോട്ട് പോയി. ഇന്ന് നമുക്ക് ഈ തവണത്തെ ഏഷ്യൻ ഗെയിംസിന്, ജപ്പാനിൽ നടക്കാൻ പോകുന്ന ഏഷ്യൻ ഗെയിംസിന് നമ്മൾ ഇന്ത്യൻ ഫുട്ബോൾ ടീമിനെ വിടുന്നു പോലും ഇല്ല. അതിന് കായിക മന്ത്രി പറഞ്ഞ വളരെ വാലിഡ് ആയിട്ടൊരു കാര്യമാണ്. വിനോദയാത്രയ്ക്ക് വേണ്ടി, പിക്നിക്കിന് വേണ്ടി ആരും പോകണ്ട. കാരണം കഴിഞ്ഞ ഏഷ്യൻ ഗെയിംസ്, ഞാൻ റിപ്പോർട്ട് ചെയ്ത ഏഷ്യൻ ഗെയിംസ് ഹാങ്ചൗവിൽ ഏഷ്യൻ ഗെയിംസിന് നമ്മൾ പോയെന്ന് പറഞ്ഞാൽ ക്ലബ്ബുകൾ കളിക്കാരെ വിട്ടുകൊടുത്തില്ല, മര്യാദയ്ക്ക് പ്രാക്ടീസ് നടത്തിയില്ല. കളിയുടെ തലേ ദിവസം പോയിട്ട് ടിക്കറ്റ് കിട്ടിയില്ല. അവർ 2 വിമാനമൊക്കെ മാറിക്കയറി, അതും അവിടെ താമസിക്കാൻ സൗകര്യമില്ലാണ്ട് വിമാനത്താവളത്തെ സ്പായിലൊക്കെ കിടന്നുറങ്ങരുത്, ഉറങ്ങാൻ പോലും സമയം കിട്ടാണ്ടാണ് അവർ ചൈനയിലെത്തിയത്, ഹാങ്ചൗവിലെത്തിയത്. ആദ്യത്തെ മത്സരത്തിൽ ചൈനക്കാരുടെ നിന്ന് കണക്കിന് കിട്ടി. എന്നിട്ടും നമ്മളെ കളിക്കാർ ആദ്യത്തെ നാണം കെട്ട തോൽവി വരാൻ ഉറക്കം പോലും ഇല്ലാതെ, മര്യാദയ്ക്ക് പരിശീലനം പോലും ഇല്ലാതെയാണ് ടീം അവിടെ എത്തിയത്. എന്നിട്ട് ആദ്യത്തെ തിരിച്ചടിക്ക് ശേഷം അവർ നന്നായിട്ട് മനോഹരമായിട്ട് തിരിച്ചു വന്നു. നമ്മുടെ കളിക്കാരുടെ കഴിവുകേടൊന്നുമല്ല, അവർ കളിച്ച് പരമാവധി പൊരുതി. പിന്നീടുള്ള മത്സരങ്ങളൊക്കെ നന്നായി പൊരുതി. പക്ഷെ അതൊരു വലിയ പാഠമാണ്. ഒരു കാലത്ത് സ്വർണ്ണം നേടിയ ടീമാണെന്ന് ഓർക്കണം. അതുമുതൽ ഈ 62 കൂടി തന്നെ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഒരു തകർച്ച ശരിക്കും ആരംഭിച്ചു. ഇത് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ ഒരു പിടിപ്പുകേടാണോ നമ്മൾ ഈ ഒരു 70-കൾക്ക് ശേഷം നമ്മളുടെ ഇന്ത്യൻ ഫുട്ബോൾ ഒരു വളർച്ചയിലേക്കൊന്നും പോവാത്തത്? പോരായ്മ, പിടിപ്പുകേടെന്ന് പറയുമ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ 56 ഇന്ത്യ ഇത്രയും നന്നായിട്ട് കളിച്ചത് എന്നുള്ളൊരു കാരണം കൂടി കണ്ടുപിടിക്കണം. എന്നാലേ ഇപ്പം എന്തുകൊണ്ട് കളിക്കുന്നില്ല എന്നുള്ള കാരണം കൂടി അറിയാൻ പറ്റുള്ളൂ. ഇന്ത്യ അന്നും ഇന്നും ഒരുപോലെ ഫുട്ബോൾ താരങ്ങൾ എല്ലാ സ്ഥലത്തും ഒരുപോലെ തന്നെ ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞില്ല, കുറച്ച് സ്ഥലങ്ങളിലേ കളിക്കുന്നുള്ളൂ. അന്നും ഈ കുറച്ച് സ്ഥലങ്ങളിലെ കളിക്കാർ മാത്രമേ ടീമിലുള്ളൂ. അന്നും ഇതേപോലെ വളരെ കുറച്ച് സ്ഥലങ്ങളിൽ കേരളം, ഗോവ, ബംഗാൾ, ഹൈദരാബാദ് എന്നൊക്കെ കളിക്കാർ അന്നും ഉള്ളൂ. കർണാടകത്തിലുണ്ട്, തമിഴ്നാട്ടിലുണ്ട്. ഒരു വലിയ വ്യത്യാസമാണ് ഇതിൻ്റെ. നമ്മൾ 56 ഒളിമ്പിക്സ് കളിച്ചതും 62 പിന്നെ ഏഷ്യൻ ഗെയിംസിന് സ്വർണ്ണം നേടിയതിനൊക്കെ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് ഫെഡറേഷനല്ല, ഒരൊറ്റ വ്യക്തിക്കാണ്. ഒരുപക്ഷെ നമ്മളിന്ന് കേട്ടുപരിചയം പോലും ആളുകൾക്ക് ഇല്ലാത്ത SA റഹീം, സയ്യിദ് അബ്ദുൾ റഹീം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹൈദരാബാദുകാരൻ. ഇന്ന് നമ്മളൊരു പക്ഷേ അറിയപ്പെടുക എങ്ങനെയാണെന്ന് വെച്ചാൽ റഹീം സാബിൻ്റെ കഥയാണ് മൈതാൻ സിനിമ. അതുകൊണ്ട് ചിലപ്പോൾ ഒരുപക്ഷെ ആളുകൾ അറിയുമായിരിക്കും. ഇന്ത്യൻ ഫുട്ബോളിൽ ആരും അറിയാണ്ട് പോയൊരു ലെജൻഡാണ് റഹീം. AFF ആളുകളോട് ചോദിച്ചാൽ പോലും ഈ SA റഹീമിനെ അറിയുമെന്ന് ചോദിച്ചാൽ അവർക്ക് എനിക്കറിയില്ല അറിയുമെന്ന്. AFF ഓഫീസിൽ ഒരു ഫോട്ടോ ഉണ്ടോ എന്ന് പോലും നമുക്കറിയില്ല. പക്ഷേ ഈ SA റഹീം വന്നതിന് ശേഷമാണ് ടീം ഇങ്ങനെ അടിമുടി മാറിയത്. അത് വലിയ സംഭവബഹുലമായ കഥയാണ്. ശരിക്കും ഒരു അധ്യാപകനാണ് റഹീം സാബ്. ചെറിയ രീതിയിൽ ഫുട്ബോൾ സംഘാടകനുമാണ്. ഹൈദരാബാദ് ഫുട്ബോൾ അസോസിയേഷൻ്റെ ഭാരവാഹിയായിട്ട് കുറേ ക്യാമ്പുകളൊക്കെ നടത്തി, കുറേ ടൂർണമെൻറ്റുകൾ നടത്തി. അങ്ങനെയാണ് ഇന്ത്യൻ ടീമിലെ കോച്ചാവുന്നത്. ബലേദാസ് ചാറ്റർജിയാണ് ശരിക്കും ഇന്ത്യൻ ഫുട്ബോളിൻ്റെ കോച്ചായിരുന്നത്. പിന്നെ ബലേദാസ് ചാറ്റർജിയുടെ പകരക്കാരനായിട്ട്, താൽക്കാലികക്കാരനായിട്ടാണ് റഹീം ഇന്ത്യൻ ടീമിലെ കോച്ചാവുന്നത്.
അത് ആദ്യമായിട്ട് പോകുന്നത് ഹെൽസിങ്കി ഒളിമ്പിക്സിനാണ്. ഈ ഹെൽസിങ്കി ഒളിമ്പിക്സിൽ പോയെങ്കിലും ബലേജാസിൻ്റെ വലിയ ഇടപെടൽ കാരണമാണ് ടീമിന് വേണ്ടത്ര രീതിയിൽ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. വേണ്ട കളിക്കാരെ പിന്നെ കൊണ്ടുവരാൻ സാധിച്ചില്ല, പരിശീലനം നടത്താൻ സാധിച്ചില്ല, എല്ലാത്തിലും ഇടപെടലുകളായിരുന്നു. പക്ഷേ ടീം അട്ടപ്പട്ടെല്ലാം തോറ്റു നാമാവശേഷമായതോടുകൂടി ഈ ബലേജാസിനെ അങ്ങ് മാറ്റി പിന്നെ പൂർണ്ണ ചുമതല ഏറ്റെടുത്തു. പിന്നീട് ശരിക്കും ഒരു വിപ്ലവമാണ് നമ്മൾ ഇന്ത്യൻ ഫുട്ബോളിൽ കണ്ടത്. ശരിക്കും നമ്മളിന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാർ മാത്രമല്ല, ലോക ഫുട്ബോളിൽ തന്നെ ഇന്ന് നമ്മൾ കാണുന്ന പല വിപ്ലവങ്ങളും ഈ തുടങ്ങിയിരിക്കുന്നത് റഹീമാണ്. ഇപ്പോൾ ഉദാഹരണം പറയാം, നമ്മൾ ടിക്കി ടാക്കൊക്കെ എത്ര കാലം കേട്ട് നമ്മൾ കാണുന്നു. റഹീം കൊണ്ടുവന്ന ഒരു പരിഷ്കാരം എന്ന് പറഞ്ഞാൽ ഷോർട്ട് പാസുകളാണ്. ഇന്ത്യക്കാരുടെ ഒരു പോരായ്മ നമുക്കറിയാം, ഒരുപാട് ആരോഗ്യ ദൃഢഗാത്രമൊന്നുമില്ല ഇന്ത്യക്കാർ. അപ്പോൾ ഇന്ത്യക്കാർക്ക് പറ്റിയ കളി എന്ന് പറഞ്ഞാൽ ഷോർട്ട് പാസുകളുടെ ഒരു കളിയാണ്. അത് പിന്നെ റഹീം കൊണ്ടുവന്നു. അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്തത്, അതിന് ടൂർണമെൻറ്റുകൾ നടത്തി, വൺ ടച്ച് ടൂർണമെൻറ്റുകൾ. അപ്പം ഒരു കളിക്കാരൻ ബോൾ ഒരു സെക്കൻഡ് വെച്ച് കഴിഞ്ഞാൽ ഫൗളായി, പന്ത് കിട്ടുക ഉടനെ കൈമാറുക. റഹീം തന്നെ പറയുന്നത് ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ അത്ര ദുർഘടമായ അല്ലെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ഉള്ള കളിയൊന്നുമില്ല, വളരെ സിമ്പിളാണ്. പന്ത് നിങ്ങൾ ഒരാടുന്ന് വാങ്ങുക, അടുത്ത ആൾക്ക് കൊടുക്കുക, ഇതേ ഉള്ളൂ ഫുട്ബോളിൽ. അത് എത്ര വേഗത്തിൽ ചെയ്യുന്നു, എത്ര നന്നായിട്ട് ചെയ്യുന്നു, അതാണ് നല്ല കളിയാവുന്നത്. ഇപ്പോഴും നമ്മൾ കാണുന്നത് അത് തന്നെയല്ലേ. ഈ പാസ് ചെയ്യുന്നതിലെ പോരായ്മകളാണല്ലോ പലപ്പോഴും ടീമുകൾക്ക് വീഴ്ചയ്ക്ക് കാരണം. റഹീം അതാ നടപ്പിലാക്കി. ഒരു പന്ത് കിട്ടും ഉടനെ പാസ് ചെയ്യുക, കയ്യിൽ വെക്കരുത്, കയ്യിൽ വെച്ച് അപ്പം ഫൗളും. അതിൻ്റെ വൺ ടച്ച് ടൂർണമെൻറ്റ് കൊണ്ടുവന്നു. നോക്കി, ഇതാണ് ടിക്കറ്റാക്ക്. നമ്മൾ കാണുന്ന ബാഴ്സയിലും സ്പെയിനിലൊക്കെ നമ്മൾ കണ്ട ടിക്കറ്റാക്ക് ഇതാണ്. എത്ര മുന്നേ ഇത് 60കളിൽ നടപ്പിലാക്കിയതാണ്. ഈ 2000-ലേക്കൊക്കെ വരേണ്ടി വന്നു ടിക്കറ്റാക്ക് നമ്മൾ ലോക ഫുട്ബോൾ കാണാൻ വേണ്ടിയിട്ട്. അടുത്ത കളി എന്ന് പറഞ്ഞാൽ പിന്നെ എല്ലാ കളിക്കാരുടെയും 2 കാലം കൊണ്ടും കളിക്കാൻ പ്രാപ്തരാക്കി. ഇപ്പോൾ വലത് കാലം കൊണ്ട് മാത്രം ഷൂട്ട് ചെയ്യുക, വലത് കാലം കൊണ്ട് മാത്രം കളിക്കുന്ന കളിക്കാരനില്ല. അയാളെ എന്ത് ചെയ്യും, ഇടത് കാലം കൊണ്ട്, അയാൾക്ക് ഏറ്റവും ദുർബലമായിട്ടുള്ള കാലം ഏതാണോ അതുകൊണ്ട് ഷൂട്ട് ചെയ്യിപ്പിച്ചു, അതുകൊണ്ട് കളിപ്പിച്ചു, അതുകൊണ്ട് പന്ത് സ്റ്റോപ്പ് ചെയ്യിച്ചു. അപ്പോൾ ഒരു കളിക്കാരൻ എന്ന് പറഞ്ഞാൽ 2 കാലം കൊണ്ട് കളിക്കാൻ ശേഷിയുള്ള കളിക്കാരായി. പിന്നെ അടുത്തത് ചെയ്തത് ഒരു പ്രത്യേക പൊസിഷനിൽ എല്ലാ കളിക്കാരും എല്ലാ പൊസിഷനിലും കളിക്കാൻ പ്രാപ്തരാക്കി. സ്ട്രൈക്കർ ആയിരിക്കും, അതിൽ ചില സമയത്ത് ഡിഫൻഡർ ആവേണ്ടി വരും, ചിലപ്പോൾ മിഡ്ഫീൽഡർ ആവേണ്ടി വന്നു. അതിൻ്റെയൊക്കെ ആകെ തുകയാണ് നമ്മൾ പിൽക്കാലത്ത് കണ്ട എല്ലാ കളിക്കാരും. ശൈലൻ മനി ആണെങ്കിലും ശരി, ചുനി ഗോസ്വാമി ആണെങ്കിലും ശരി, പിന്നെ PK ബാനർജി ആയിക്കോട്ടെ, തുളസീദാസ് ബൽറാം, നമ്മളെ റഹ്മാൻ ഖാൻ, ഇങ്ങനെ എല്ലാ കളിക്കാരും എല്ലാവരും ഏത് പൊസിഷനിൽ കളിക്കാവുന്ന കളിക്കാരായിട്ട് മാറ്റി. 70-കളിൽ എത്തേണ്ടി വന്നു നമുക്ക് ടോട്ടൽ ഫുട്ബോൾ വരണമെന്നുണ്ടെങ്കിൽ. നമ്മൾ ഹോളണ്ടിൽ യോഹാൻ ക്രൈഫ് ടോട്ടൽ ഫുട്ബോൾ ആവിഷ്കരിക്കുന്നതും അത് ലോകം അത് കണ്ട് അത്ഭുതപ്പെടുന്ന എപ്പോഴാണ്, 70-കളിലാണ്. ഇത് 60-കളിൽ നടന്ന കാര്യമാണ് നമ്മൾ ഈ പറയുന്നത്. ഇന്ത്യൻ ഫുട്ബോളിൽ നടപ്പിലാക്കി ഇന്ത്യ ആ കളിയാണ് നമ്മൾ മെൽബണിലൊക്കെ കളിച്ചിരിക്കുന്നത്. നമ്മളൊന്ന് വിശ്വസിക്കുമോ? അത്ര വലിയ വിപ്ലവങ്ങൾ നടത്തിയ ആളാണ് റഹീം. ഇന്ത്യൻ ഫുട്ബോൾ നേടിയ നേട്ടങ്ങളുടെ ഒക്കെ കാരണം ഈ ഒരൊറ്റ മനുഷ്യനാണ്. ഇയാൾ ഈ കളിക്കളത്തിൽ നടത്തിയിരിക്കുന്ന ഈ ഇത്തരം പരിഷ്കാരങ്ങളാണ്. അങ്ങനെയാണ് നമ്മൾ മെൽബണിൽ സെമി വരെ എത്തിയത്. അത് വലിയ റെക്കോർഡാണ്. ആദ്യമായിട്ട് ഒളിമ്പിക്സിന് യോഗ്യത നേടുന്ന ഏഷ്യൻ രാജ്യം ഇന്ത്യയാണ്. ആദ്യമായിട്ട് ഒളിമ്പിക്സിൻ്റെ സെമിയിലെത്തുന്ന ഏഷ്യൻ രാജ്യവും നമ്മളാണ്. ഇന്നൊക്കെ നമുക്കത് പഴംപുരാണമായിട്ട് പറഞ്ഞ് ആഘോഷിക്കാൻ മാത്രമേ സാധിക്കുള്ളൂ. അവിടെ നിന്ന് നമ്മൾ ഈ 139-ാം സ്ഥാനത്തേക്ക് പോകുന്നു. ഇന്ന് ഒളിമ്പിക് യോഗ്യതാ മത്സരം നമുക്ക് കളിച്ചിട്ട് നമുക്ക് എവിടെ എത്തുന്നില്ല. ലോകകപ്പ് യോഗ്യത പോലും കളിച്ചിട്ട് എത്തുന്നില്ല. നമ്മളിപ്പോൾ 139-ാം റാങ്കായി. വീണ്ടും താഴെ പോയാൽ നമുക്ക് ഏഷ്യൻ യോഗ്യതാ മത്സരത്തിൻ്റെ 2ാം ടയറിലേക്ക് കളിക്കേണ്ട അവസ്ഥയാണ് വരുന്നത്. മെൽബൺ ഒളിമ്പിക്സിൽ നമ്മൾ 4ാം സ്ഥാനത്ത് എത്തിയെന്നുള്ളത് മാത്രമല്ല, ആദ്യമായിട്ട് ഒളിമ്പിക്സിൻ്റെ ചരിത്രത്തിൽ ഒരാൾ ഹാട്രിക്ക് നേടി. അതിൽ ഇന്ത്യക്കാരനാണ് നെവിൽ ഡിസൂസ. ഇന്ന് നമുക്കറിയാം ഒരു ഇന്ത്യക്കാരൻ ഒളിമ്പിക്സിൽ ഹാട്രിക്ക് നേടിയത്. ഒളിമ്പിക്സിൽ ആദ്യത്തെ ഹാട്രിക്കാണ്. അതിൽ ഇന്ത്യക്കാരൻ്റെ വകയാണ്. ഫൈനലും നെവിൽ ഡിസൂസ ഗോൾ അടിച്ചു. പക്ഷേ ആ നെവിൽ ഡിസൂസയോടൊക്കെ നമ്മൾ പിൽക്കാലത്ത് എന്താണ് ചെയ്തതെന്ന്, നെവിൽ ഡിസൂസയുടെ ഓർമ്മയൊക്കെ നിലത്ത് നമ്മൾ എന്തെങ്കിലും ഫുട്ബോൾ ഫെഡറേഷൻ ചെയ്തു എന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ കൈമലർത്തിയാൽ നമുക്ക് നിർവാഹമുള്ളൂ. ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെയും നേട്ടം കൊയ്ത ഇന്ത്യക്ക് പിന്നീട് ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പം നമുക്കിവിടെ ഈ ഫുട്ബോൾ വളരാത്തതിൻ്റെ ഒരു പ്രശ്നം പണമല്ല. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ കയ്യിൽ പണമുണ്ട്, അത് അവർ ചെലവഴിക്കുന്നുണ്ട്. പക്ഷേ അത് താഴെത്തട്ടിലേക്ക് എത്തുന്നില്ല, അല്ലെങ്കിൽ ഗ്രാസ് റൂട്ട് ലെവലിൽ ഫുട്ബോളിലേക്ക് കുട്ടികളിലേക്ക് അത് എത്തുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം. അത് ഭരണതലത്തിലുള്ളൊരു പരാജയം കൊണ്ടാണോ ഫുട്ബോൾ ഈ രീതിയിൽ ഇന്ത്യയിലേക്ക് വളരാത്തത്? ജിതേഷ്, ഈ ചോദ്യത്തിനുള്ള ഉത്തരം നമ്മൾ റഹീം തന്നെ തുടങ്ങണം. നമ്മൾ ജക്കാർത്തയുടെ കാര്യം പറഞ്ഞു. ജക്കാർത്ത ഏഷ്യൻ ഗെയിംസിൻ്റെ ഫൈനലിൽ നമ്മൾ നേരത്തെ പറഞ്ഞു, വലിയ സംഭവബഹുലമായ ഫൈനലായിരുന്നു. ഇന്ത്യ സൗത്ത് കൊറിയയെ തോൽപ്പിച്ച്, ദക്ഷിണ കൊറിയയെ തോൽപ്പിച്ച് വലിയ ആഹ്ലാദം വരുന്നു. പക്ഷെ എല്ലാവരും ആഘോഷത്തിൽ നിൽക്കുമ്പം ഈ റഹീമിൻ്റെ അവസ്ഥ എന്തായിരുന്നു അറിയും? റഹീമിന് ക്യാൻസർ ആയിരുന്നു. ആ വേദന തിന്നിട്ട് വേദന സംഹാരിക്ക് പോലും അതിൽ പോലും പിടി കൊടുക്കാണ്ട് വേദന റഹീമിന് ആകെ വിഴുങ്ങി. സോഫയിൽ കിടന്നിങ്ങനെ പെടയായിരുന്നു ഇന്ത്യ അങ്ങനെ വിജയാഘോഷം നടത്തുമ്പോൾ. ഇതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് എല്ലാവരും സന്തോഷത്തിലായിരുന്നു. ചരിത്ര നേട്ടമല്ലേ. അപ്പോൾ ചോദിക്കുമ്പോൾ റഹീം മാത്രം ചിരിക്കുന്നില്ല, വേദന കൊണ്ടല്ല. റഹീം പറഞ്ഞൊരു കാര്യമുണ്ട്, നമുക്ക് സന്തോഷിക്കേണ്ട സമയമല്ല, നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ജപ്പാൻ, കൊറിയ, വിയറ്റ്നാം, ഈ രാജ്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അവർ വെസ്റ്റേൺ ശൈലിയിൽ കളിച്ചു തുടങ്ങി. അവർ ഒരുപക്ഷെ നമ്മളെക്കാളും മുന്നേറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മളത് കാണണം. നമ്മളെക്കാൾ ശക്തിയായിട്ട് അവർ വളരുന്നു. ഇത് പറയുന്നത് 62-ലാണെന്ന് ഓർക്കണം. എത്ര പ്രവചനപരമായിട്ടുള്ള വാക്കുകളാണെന്ന് നോക്കൂ. രണ്ടാമത്തെ കാര്യം, നമ്മളിനി ചെയ്യേണ്ടത് കളിക്കാരെ ഉണ്ടാക്കുകയില്ല. കളിക്കാർ യഥേഷ്ടം നമുക്ക് കിട്ടും, ഒരുപാട് കളിക്കാരുണ്ട്. നമ്മളിനി ചെയ്യേണ്ടത് കോച്ചുകളെ, പരിശീലകരെ ഉണ്ടാക്കുകയാണ്. കാരണം കളിക്കാർക്ക് ക്ഷാമമില്ല. പക്ഷേ ഇവരെ പരിശീലിപ്പിക്കാൻ എവിടെ പരിശീലകർ? 1-2 പരിശീലകരെ കൊണ്ട് കാര്യമില്ല. താഴെ തട്ട് മുതൽ നല്ല പരിശീലകർ വേണം. രണ്ടാമത്തെ കാര്യം, അതെവിടെ എത്തിയെന്ന്
മൂന്നാമത്തത് പറഞ്ഞാൽ നമുക്ക് കളിക്കാൻ ഗ്രൗണ്ടുകൾ വേണം. എവിടെ ഗ്രൗണ്ടുകൾ? നമുക്ക് ഗ്രൗണ്ടുകൾ കളിക്കാനില്ല. പക്ഷേ ഈ 3 കാര്യങ്ങളും നമ്മൾ പാടെ മറന്നു. റഹീം പറഞ്ഞ 3 സംഗതികളും ഫുട്ബോൾ ഫെഡറേഷൻ കേട്ടതുപോലുമില്ല. ഇന്നും നമുക്ക് ഫുട്ബോളിൽ മാത്രമായിട്ട് എത്ര സ്റ്റേഡിയങ്ങളുണ്ട്? ഒറ്റയൊന്നും പോലും രാജ്യത്തില്ല. ഇല്ല. ഈ സ്റ്റേഡിയങ്ങൾക്ക് അവസ്ഥ എന്താ? ഇപ്പോൾ നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സും കൊച്ചിൻ GCDയും തമ്മിലുള്ള തർക്കം നമ്മൾ കണ്ടു. കോഴിക്കോട്ടേക്ക് വന്ന ഗോകുലം കേരളയിലേക്ക് അവരും അവിടുന്ന് മാറ്റി. അത് കോർപ്പറേറ്റ് സ്റ്റേഡിയം, അത് ഉഴുതു മറിച്ചിട്ടിരിക്കുന്നു. എല്ലാ ടീമുകളും നേരിടുന്ന പ്രശ്നമാണ്. ബാംഗ്ലൂർ ഫുട്ബോൾ സ്റ്റേഡിയം ഇപ്പം ബാംഗ്ലൂർ FC കളിക്കുന്നുണ്ട്. ആ ഫുട്ബോൾ സ്റ്റേഡിയത്തിൻ്റെയൊക്കെ അവസ്ഥ ഒരു കാലത്ത് നമുക്ക് അതിന് താഴേക്ക് പോകാൻ പോലും പറ്റാത്ത സാഹചര്യമായിരുന്നു. ഫുട്ബോളിൽ മാത്രമായിട്ട് നമുക്ക് സ്റ്റേഡിയം പോലും ഇല്ല. അതോ സ്റ്റേഡിയം കിട്ടി അവർക്ക് കൊണ്ടുനടക്കാൻ പറ്റുമോ? അതുമില്ല. നമ്മൾ നോക്കേണ്ട യൂറോപ്യൻ ടീമുകളുടെ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കും. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് കളിക്കാൻ ടീമുകൾക്ക് കളിക്കാൻ ഇടമില്ല. ടീമുകൾ പോട്ടെ, സാധാരണക്കാർക്കോ നമുക്ക് കളിച്ച് വളരാൻ എവിടെ സ്റ്റേഡിയം? എവിടെ ഗ്രൗണ്ടുകളില്ല, സ്റ്റേഡിയങ്ങളില്ല. പിന്നെ എവിടെ കളിച്ച് വളരും? നമ്മൾ മുറിക്കകത്തുനിന്ന് ഫുട്ബോൾ കളിച്ചാൽ നിങ്ങൾ ലയണൽ മെസ്സി ആവാൻ പോകുന്നില്ല. അവരൊക്കെ തെരുവിലൊക്കെ കളിച്ച് വളർന്നു. നമുക്ക് തെരുവിലും കളിക്കാനുള്ള സാഹചര്യമില്ല. ഇന്നിപ്പോൾ കോഴിക്കോട്ടെ പ്രസാദുണ്ട്. ഈ പ്രസാദൊക്കെ ഗ്രൗണ്ടുകൾക്ക് വേണ്ടി വലിയ ക്യാമ്പയിനാണ്. ഈ പ്രസാദ് BSNL ജീവനക്കാരാണ്. പ്രസാദിൻ്റെയൊക്കെ ജീവിതം എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ടുകൾക്ക് വേണ്ടിയിട്ട് എത്ര വലിയ ക്യാമ്പയിൻ നടന്നു. പിന്നെ ഗ്രൗണ്ട് ഇല്ലെങ്കിൽ കളിക്കാരില്ല. പിന്നെ എങ്ങനെ വരും? അപ്പോൾ ഇതൊക്കെ 62 തന്നെ റഹീം മുന്നറിയിപ്പ് കൊടുത്ത കാര്യങ്ങളാണ്. പക്ഷേ അതൊക്കെ പാടേ മറന്നു. ഇതേ ഈ റഹീമിന് ഫെഡറേഷൻ ചെയ്തൊരു സാധനം, ഹാരി റൈറ്റ് ഒരു ഫുട്ബോൾ ശില്പശാല നടത്തി. ടോട്ടൽ ഫുട്ബോളും ടിക്കറ്റാക്കിയൊക്കെ 60-ൽ കണ്ടുപിടിച്ച റഹീമിനെ ആ ക്ലാസ്സിന് പറഞ്ഞയച്ചു. ഒന്ന് ആലോചിച്ച് നോക്കി. അത് കഴിഞ്ഞ് റഹീമിനെ പരിശീലക സ്ഥാനത്ത് തന്നെ മാറ്റി ഹാരി റൈറ്റിനെ പരിശീലകനായിട്ട് വെച്ചു. എന്ത് സംഭവിച്ചു? അവരുടനെ പാശ്ചാത്യ ശൈലി ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു. ഈ ലോങ് ബോളുകൾ ആശ്രയിക്കുന്ന കളി വന്നു. ഇന്ത്യക്കാർക്ക് അത് സാധിക്കില്ല. ഒരു വലിയ ലോബ്, ഒരു ഗോൾ കീപ്പർ അല്ലെങ്കിൽ ഡിഫൻഡർ കൊടുക്കുന്ന നീളൻ ലോബ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അർജന്റീന അടിച്ച പോലത്തെ ബാക്ക് ലൈനിൽ വന്ന നീളൻ ലോബ് ലൗട്രോ മാർട്ടിനെ ഓടി പിടിച്ചെടുത്ത് കൊടുക്കുന്ന ഒരു ക്രോസിലാണ് അർജന്റീന ഗോൾ അടിച്ചത്. നമ്മൾ കണ്ടില്ലേ? അത്തരമൊന്നും ഇന്ത്യയിൽ എളുപ്പമല്ല കളിക്കാർക്ക്. കാരണം നമ്മൾ ഫിസിക്കലി നമ്മുടെ ഒരു പ്രശ്നം കാണും, അത്ര എളുപ്പമല്ല. പക്ഷേ ഇവർ ഈ ലോങ് ബോൾ, ഏരിയൽ ബോളുകളൊക്കെ കൊണ്ടുവന്നു. ഷോർട്ട് പാസുകൾ പാടേ മറന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ആകെ താളം തെറ്റി. ഇത്തരം പരിഷ്കാരങ്ങൾ നമ്മൾ ഹോക്കിയിലും സംഭവിച്ചിട്ടുണ്ട്. അപ്പം അതോടുകൂടി ഇന്ത്യൻ ഫുട്ബോൾ അവിടെ തന്നെ താളം തെറ്റി. പിന്നെ അത് ക്രമേണ ഓരോ കൊല്ലം കഴിയുമ്പോൾ നമ്മൾ താഴേക്ക് വരുന്നൊരു അവസ്ഥ വന്നു. ഏഷ്യൻ ഗെയിംസിലൊക്കെ 82-ലെ ഡൽഹി ഏഷ്യൻ ഗെയിംസൊക്കെ എനിക്ക് ഓർമ്മ. നമ്മൾ സൗദി അറേബ്യയോടാണ് നമ്മൾ ക്വാർട്ടർ ഫൈനലിൽ തോറ്റത്. ഇന്ന് നമുക്ക് യോഗ്യതാ മത്സരത്തിൻ്റെ 2ാം റൗണ്ട് പോലും കടക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് വന്നു. അതൊക്കെ ഈ ഫെഡറേഷൻ തന്നെ വരുത്തി വെക്കുന്ന ഇത്തരം കാര്യങ്ങളാണ്. പിന്നീട് വന്നിരിക്കുന്ന മുഴുവനും ഒരു 90% വന്നിരിക്കുന്ന വിദേശ കോച്ചുകളാണ്. പക്ഷെ നമ്മൾ അതിനിടയ്ക്ക് ഒരു നന്നായിട്ട് കളിച്ചു എന്ന് പറഞ്ഞാൽ 2002-ലെ ലോകകപ്പ് യോഗ്യതാ മത്സരം. അത് ശരിക്കും നമ്മൾ UAE തോൽപ്പിച്ചു, യമനെ തോൽപ്പിച്ചു. നല്ല ടീമായിരുന്നു. നമ്മൾ IM വിജയനും ജോപ്പോളഞ്ചേരിയും KV ധനേഷും പിന്നെ ബച്ചുംപൂട്ടിയും ഒക്കെ ഉള്ള ടീമാണ്. അതിൽ നമ്മൾ നല്ല ഗംഭീര ഫോം. എനിക്ക് സമീപകാലത്ത് നമ്മൾ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല കളികളായിരുന്നു അത്. നമ്മുടെ ഹോം മത്സരങ്ങളൊക്കെ കണ്ടീരവ സ്റ്റേഡിയത്തിലായിരുന്നു. അന്ന് പക്ഷെ നമ്മളെ പരിശീലിപ്പിച്ചതാരാ? ഒട്ടും പ്രശസ്തനല്ലാത്ത JCT ഫൽഗ്വാരയുടെ കോച്ചായിരുന്നു സുഖ്വീന്ദർ സിംഗാണ്. പക്ഷെ നമ്മൾക്കിത് ഇന്ത്യൻ കോച്ചസ് പോരാ. നമ്മൾ നിരന്തരം വിദേശ കോച്ചുകളെ കൊണ്ടുവരും. അവരുടെ ശൈലി ഇന്ത്യയിലേക്ക് കൊണ്ടുവരും. നമ്മുടെ കളിക്കാർ അതിനെ പറ്റിയ കളിക്കാരല്ലെന്ന് പലവട്ടം തെളിയിച്ചാൽ നമ്മൾ വീണ്ടും ചെയ്യും. ഇത്രയും കാലം പരീക്ഷിച്ചാണ് അവസാനം ഖാലിദ് ജമീലിനെ കൊണ്ടുവന്നിരിക്കുന്നത്. ഫെഡറേഷൻ തന്നെയാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള കാരണം. ഒരു ഗ്രൗണ്ടുകൾ കണ്ടെത്തുന്നില്ല, താഴേക്കടയിൽ നിന്ന് കുട്ടികളെ കണ്ടെത്താൻ ശ്രമിക്കുന്നില്ല, താഴേക്കടയിൽ തന്നെ നല്ല പരിശീലകരെ കൊണ്ടുവരുന്നില്ല. ഈ 20, 25, 30 വയസ്സുള്ള കളിക്കാരെ ഡിഗോ മാർട്ടിനോ, ലയണൽ മെസ്സി, ലയണൽ സ്കലോണിയോ, ആൻസലോട്ടി വന്ന് പരിശീലിപ്പിച്ചിട്ട് കാര്യമില്ല. അവരെ പരിശീലനം കിട്ടേണ്ടത് താഴേക്കടയിൽ നിന്നാണ്. എല്ലാ ക്ലബ്ബുകളും എല്ലാ രാജ്യങ്ങളും വളർന്നു വന്നിരിക്കുന്നത് അങ്ങനെയാണ്. ലയണൽ മെസ്സി 25-ാം വയസ്സിൽ വന്നിട്ടല്ലേ ഫുട്ബോൾ കളിക്കുന്നത്. എത്ര താഴെ ചെറിയ പ്രായത്തിലാണ് നമുക്ക് സാധിക്കുന്നില്ല, അവിടെ വളർത്തി കൊണ്ടുവരുന്നില്ല. അപ്പോൾ നമ്മളൊരു Under 17 ഫുട്ബോൾ നമ്മൾ കളിച്ചു. താരതമ്യേന ഭേദപ്പെട്ട കളികളായിരുന്നു. പക്ഷെ ആ കളിക്കാരൊന്നും അവിടെ വളരുന്നില്ല. അവർ അതേ നിലവാരത്തിൽ ഇന്നും കളിച്ച് ഇന്ത്യയിൽ തന്നെ ഒതുങ്ങി പോകുന്നൊരു അവസ്ഥ വന്നു. ഇതിനൊക്കെ കാരണക്കാരുണ്ടെങ്കിൽ ഫെഡറേഷൻ, അവരുടെ ജോലി എന്താ? ഫുട്ബോൾ നടത്തിപ്പാണ്. നമുക്ക് ആർക്കും പോയിട്ട് ഫുട്ബോൾ നന്നാക്കാൻ സാധിക്കില്ലല്ലോ. നടത്തേണ്ടത് ഫെഡറേഷനാണ്. അതിൽ പാടേ പരാജയപ്പെട്ടു എന്നുള്ളതാണ് എൻ്റെ തെളിവ്. ഈ ജോലിക്ക് വേണ്ടി മാത്രമായിട്ട് താരങ്ങൾ ഈ കളിയിലെ സമീപിക്കുന്നതിൻ്റെ ഒരു പ്രശ്നമുണ്ടോ? ഈ കളി അങ്ങനെ വളരാതിരിക്കാൻ വേണ്ടിയിട്ട്? അതിലൊരു കാര്യമുണ്ട്. ഒരു കാലത്ത് ഫുട്ബോൾ താരങ്ങളുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ പരമദയനീയമായിരുന്നു. നമ്മളിപ്പം വലിയ താരങ്ങൾ കോടികളുടെ പൈസ ഒക്കെ വാങ്ങുന്നത് പറയുന്നുണ്ട്. പക്ഷെ ആദ്യകാലത്തെ കളിക്കാർക്ക് ഇതൊന്നുമില്ല. ഇപ്പോഴും ഹോട്ടൽ നടത്തുന്നവർ, കരിങ്കല് ചുമക്കുന്നൊക്കെ കളിക്കാർ എത്ര പേരുണ്ട്? പട്ടിണി കിടന്ന് ഒന്നുമില്ലായ്മ കഴിഞ്ഞ എത്രയോ ഒളിമ്പ്യന്മാരുടെ കഥ നമുക്കറിയാം. അപ്പം ഏറ്റവും വലിയ ലെജൻഡുകളായിട്ടുള്ള സാഹു മേവാലാലിൻ്റെയും അല്ലെങ്കിൽ ചുനി ഗോസ്വാമിയുടെ ഒന്നും അവസാന കാലം അത്ര ഭയങ്കര സമ്പന്നതയിലൊന്നുമില്ല അവരൊന്നും ജീവിച്ചു മരിച്ചത്. ഒരു തരത്തിൽ അവരൊക്കെ ഒരു സപ്പോർട്ട് കിട്ടിയത് ഇവർ ജോലികളാണ്. കേരള പോലീസ് പോലത്തെ ഒരു ടീം വന്ന് ഈ IM വിജയനും ഇവർക്കൊക്കെ ജോലി കൊടുത്തില്ലായിരുന്നെങ്കിൽ ഇവർ നന്നാവും നമുക്ക് എന്താ ഉറപ്പ്? കാരണം ഇവിടെ വലിയ പ്രൊഫഷണൽ ക്ലബ്ബുകളില്ല. അപ്പോൾ ഈ ക്ലബ്ബുകളില്ലാത്ത സ്ഥിതിക്ക് ഈ ഇത്തരം ടീമുകൾ തന്നെ ആശ്രയം ഉണ്ടായിരുന്നു നമുക്കൊരു കാലത്ത്. ഇപ്പോൾ കേരളത്തിൽ കേരള പോലീസ്, ടൈറ്റാനിയം, പ്രീമിയർ ടയർസ്, പിന്നെ അതുപോലെ നമുക്ക് പുറത്തേക്ക് പോയാൽ നമുക്ക് പിന്നെ മഫത്ലാൽ, മഹീന്ദ്ര, അതുപോലെ രാജസ്ഥാൻ പോലീസ്. ഇപ്പം മകൻ സിംഗ് ഒക്കെ വന്നിരിക്കുന്നത് രാജസ്ഥാൻ പോലീസിൻ്റെ താരമാണ്. പിന്നെ മദ്രാസ് സ്റ്റേറ്റ് ബാങ്കിൻ്റെ ടീം ഉണ്ടായിരുന്നു, ഹൈദരാബാദ് പോലീസ് ഉണ്ടായിരുന്നു. ഈ ടീമുകൾ തന്നെയാണ് ഡിപ്പാർട്ട്മെൻറ്റ് ടീമുകൾ ഇല്ലായിരുന്നെങ്കിൽ ഇവരൊക്കെ എന്ത് ചെയ്യുമായിരുന്നു? പിന്നെ ഇതിന് ബദലായിട്ട് ഒരു ക്ലബ്ബില്ല. ഇപ്പോൾ കൽക്കട്ടയിൽ മാത്രമല്ല അന്ന് ഇത്രയും സജീവമായിട്ട് ക്ലബ്ബുകളുള്ളൂ. കേരളത്തിൽ ഇപ്പം ബ്ലാസ്റ്റേഴ്സും വിവാക്കയുടെയൊക്കെ എത്ര കാലം കഴിഞ്ഞിട്ടാണ് വരുന്നത്?
നമ്മുടെ ആശ്രയം ഈ ടീമുകൾ. അപ്പം ഇതുകൂടി ഇല്ലായിരുന്നെങ്കിൽ ഈ കളിക്കാർ എങ്ങനെ ജീവിക്കുമായിരുന്നു? ജീവിക്കാൻ പോലും ഒരു സാഹചര്യം ഇല്ലെങ്കിൽ ഈ കളിക്കാർ ആരാ കളിയിലേക്ക് വരുന്നത്? ഇപ്പം പലരും ക്രിക്കറ്റിലേക്ക് പോകുന്നതിൻ്റെ ഗ്ലാമറും പണമൊക്കെ കണ്ടിട്ടല്ലേ. ഇപ്പം ഫുട്ബോൾ ആളുകൾ ഇത്രയും ഗംഭീരമായിട്ടൊക്കെ പറയുന്ന ISL കുറേ പണമൊക്കെ വന്നതിന് ശേഷമല്ലേ. പിന്നെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ കോച്ചസും പല ആൾക്കാരും ചൂണ്ടിക്കാണിക്കുന്ന ഒരു വിഷയം, കളിക്കാർക്കും ഒരു ആവേശമില്ല. ഈ നിലയിൽ മതി, ഇത്രയൊക്കെ പൈസ മതി, ഇതിനപ്പുറത്തേക്ക് വളരണമെന്ന് കളിക്കാർക്കും ആഗ്രഹമില്ല എന്നുള്ള ഈ പല ടീം മാനേജ്മെൻറ്റുകൾ തന്നെ പറയുന്നുണ്ട്. കാരണം നമ്മളാരും വിദേശത്ത് പോകുന്നില്ലല്ലോ. ഇപ്പം മൊറോക്കോ ഒക്കെ നോക്കൂ, അല്ലെങ്കിൽ നമ്മൾ ഉദാഹരണം പറഞ്ഞത് കേപ്പ് വെർദേൻ്റെ കാര്യം പറഞ്ഞു. 1.5 ലക്ഷം ആളുകളെ ഉള്ളൂ. ഈ കേപ്പ് വെർദേയിൽ ആരും കളിക്കുന്നില്ല. ഇവരൊക്കെ അവസരങ്ങൾ തേടി പോകുന്നു. ആഫ്രിക്കയിൽ നിന്ന് കൊടും പട്ടിണിയാണ്. ഈ കളിക്കാരൊക്കെ ബോട്ടിലൊക്കെ യാതൊരു യാത്രാ രേഖയൊന്നും ഇല്ലാണ്ടാണ് സ്പെയിനിലേക്കും പോർച്ചുഗലിലേക്കും ഒക്കെ കയറി പോവാണ്. അപ്പോൾ അങ്ങനെ പോകണമെന്നൊരു ആഗ്രഹം നമ്മളെ കളിക്കാർക്കില്ല. വളരെ കുറച്ച് കളിക്കാർ നമ്മൾ പുറത്ത് കളിക്കാൻ പോയിട്ടുള്ളൂ. ഇപ്പം സുനിൽ ഛേത്രി പോയി, അതൊക്കെ ഏത് കാലത്താണ് പോയത്? പിന്നെ ബറി FC നമ്മുടെ ബൈച്ചുങ് ബൂട്ടിയ പോയി. ഇതൊക്കെ വളരെ കാലം കഴിഞ്ഞിട്ടാണ് ഇവരൊക്കെ പോകുന്നത്. അതും ചെറിയ ചെറിയ ലീഗുകൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ കളിക്കാരും കാര്യമായിട്ട് പുറത്തെ ലീഗുകളിലേക്ക് പോകുന്നില്ല. അപ്പം പറയുന്നത് ഇവിടെ അത്യാവശ്യം ഇപ്പം അത്യാവശ്യം പണം കിട്ടുന്നുണ്ട്. ഇപ്പോൾ കളിക്കാർ ഈ ഒരു പൊതുവേ ഇന്ത്യക്കാരുടെ ഒരു മനസ്സുണ്ടല്ലോ, ഈ ഒരു പണമൊക്കെ മതി, ഇവിടെ കളിച്ചാൽ മതി. കാരണം നമ്മളെ ചില ടീം മാനേജ്മെൻറ്റുകൾ പറയുന്നുണ്ട് യൂറോപ്പിലെ 2nd ടയർ 3rd ടയർ ക്ലബ്ബുകളെക്കാളും വലിയ പൈസ നമ്മളെ കളിക്കാർ കൊടുക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും എന്താ പറയുക, കളിക്കാർക്കൊരു ആഗ്രഹമില്ലാത്തൊരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഈ 2014 ISL വരുമ്പോൾ നമ്മളൊക്കെ എല്ലാവരും പ്രതീക്ഷിച്ചത് ഇന്ത്യൻ ഫുട്ബോൾ വിപ്ലവകരമായ ഒരു മാറ്റത്തിലേക്ക് പോകുന്നൊക്കെയായിരുന്നു. പക്ഷേ ഈ 12 വർഷമായി ഇപ്പം ഈ ISL കൊണ്ട് ഈ ഇന്ത്യൻ ഫുട്ബോളിന് കാര്യമായിട്ട് നേട്ടമാണോ അതോ കോട്ടമാണോ ഉണ്ടായത്? തീർത്തും ജീവൻ നഷ്ടപ്പെട്ടൊരു അവസ്ഥയിൽ നിന്ന് കുറച്ചെങ്കിലും ആളുകളെ പൊക്കിക്കൊണ്ടുവരാൻ ISL സാധിച്ചു. കുറേ കളിക്കാർക്ക് നല്ല പണം കിട്ടി. പിന്നെ നമ്മളും കുറേ ആളുകൾ വീണ്ടും ഫുട്ബോൾ സ്റ്റേഡിയങ്ങളിലേക്ക് പോയി തുടങ്ങി. ഇടക്കാലത്ത് ആരും ഉണ്ടായിരുന്നില്ല. നമ്മുടെ കളികളില്ല, ടൂർണമെൻറ്റുകളെല്ലാം അസ്തമിച്ചു. കേരളത്തിൽ മാത്രം എടുത്ത് നോക്കും, എത്ര ടൂർണമെൻറ്റാണ്. കണ്ണൂരിൽ ശ്രീനാരായണ ട്രോഫി, കോഴിക്കോട് നാഗ്ജി ട്രോഫി, തൃശ്ശൂരിൽ ചാക്കോളാസ്, പിന്നെ ഈ 2000-ന് ശേഷം ഇന്ത്യയിൽ തന്നെ 20-25ഓളം ക്ലബ്ബുകളോളം പൂട്ടിപ്പോയി. അത്രയും ടൂർണമെൻറ്റുകൾ ഇല്ലാണ്ടായി. പിന്നെ ക്ലബ്ബുകൾ പലതും പോയി, കളി കാണാൻ ആളില്ല, നല്ല കളികൾ വരുന്നില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ISL വരുന്നത്. ISL വരുന്നതിന് രസം എന്താണെന്ന് വെച്ചാൽ ഫിഫ നേരത്തെ പലതവണ ഇതിനുവേണ്ടി ശ്രമിച്ചിരുന്നു, ഒരു പ്രൊഫഷണൽ ലീഗ് കൊണ്ടുവരാൻ. ഫുട്ബോൾ ഫെഡറേഷനാണ് ഇതിനൊക്കെ വാതിൽ കൊട്ടിയടച്ച് പുറത്താക്കുമായിരുന്നു. അവസാനം അവർ പല കുറുക്ക് വഴി ഉപയോഗിച്ചിട്ടാണ് നടത്തിയിരിക്കുന്നത്. അതിൽ തന്നെ പ്രശ്നമുണ്ട്. ഇപ്പം നടത്തുന്നത് AFF നേരിട്ടല്ല, FSDL എന്ന് പറഞ്ഞിട്ട് റിലയൻസിൻ്റെ ഒരു കമ്പനിക്കാണ് അവർ ഇത് നടത്താൻ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ മുഴുവനും നടത്തിപ്പ് ചുമതല ശരിക്കും FSDL ആണ്, AFF-നല്ല. ISL തുടങ്ങി നമുക്ക് ആദ്യം പ്രതീക്ഷയായിരുന്നു, കുറേ വിദേശ താരങ്ങൾ വരുന്നു. നമുക്ക് പറയാവും വലിയ വലിയ താരങ്ങൾ മാർക്കോ മെറ്റരാസി ഇവരൊക്കെ ഇവിടെ വന്ന് കളിച്ചു, സീക്കോ പരിശീലനായിട്ട് വരുന്നു. പക്ഷെ ഇവരൊക്കെ കളിയുടെ അസ്തമയ കാലത്താണ് ഇന്ത്യയിലേക്ക് വരുന്നത്. ഈ പ്രായമുള്ള കളിക്കാർ വലിയ പൈസ കൊടുത്ത് ഇവിടെ കളിച്ചിട്ട് എന്താ കാര്യം? പിന്നെ രണ്ടാമത്തെ പ്രശ്നം, ടീമുകൾ വന്നു, തുടക്കത്തിലൊക്കെ വലിയ ചലനമൊക്കെ ഉണ്ടാക്കിയാലും പിന്നീട് ടീമുകൾ നിലനിൽപ്പിന് വലിയ വിഷയം വന്നു. ഈ ISL സ്ട്രക്ചർ തന്നെ പ്രശ്നമുണ്ട്. ശരിക്കും ISL ഒറ്റ ലീഗ്, അതിനൊരു 2nd ലെയർ 3rd ലെയർ 4th ലെയർ ഒന്നുമില്ല. ശരിക്കും ഇവരെ ഘടന എങ്ങനെ? യൂറോപ്യൻ ലീഗൊക്കെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കഴിഞ്ഞാൽ 2ാം ഡിവിഷൻ 3ാം ഡിവിഷൻ ഉണ്ട്. അപ്പം ഏറ്റവും മോശം പ്രകടനം നടത്തുന്ന 2 ടീമുകൾ 2ാം ഡിവിഷനിലേക്ക് തരം താഴ്ത്തപ്പെടും. അവിടെ നല്ല പ്രകടനം നടത്തുന്നവർ പിന്നെ മുകളിലേക്ക് കയറും. അപ്പോഴേ ടീമുകൾക്കൊരു ആശങ്കയും ഒരു പ്രതീക്ഷയൊക്കെ ഉള്ളൂ. ഇന്ത്യയിൽ പക്ഷെ നടക്കുന്നില്ല. 10 വർഷം കഴിഞ്ഞാൽ നടക്കുന്നായിരുന്നു പറഞ്ഞത്. പക്ഷേ 10 വർഷം കഴിഞ്ഞ് 12 വർഷമായിട്ടും ആ ഘടന മാറ്റാൻ തയ്യാറേ അല്ല. FSDL തയ്യാറല്ല. താഴേക്കടയിലെ ടീമുകൾക്ക് ആർക്കും ഇത് വേണ്ട. പിന്നെ നിങ്ങൾക്ക് മുകളിലേക്ക് വളരാൻ സാഹചര്യമില്ലെങ്കിൽ ഏത് ടീമാണ് നന്നായിട്ട് കളിക്കാൻ പോകുന്നത്? ശരിക്കും പറഞ്ഞാൽ ISL ആദ്യത്തെ ഒരു ചലനം ഉണ്ടാക്കിയാണ്, വീണ്ടും അവരും അസ്തമിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോയി. പിന്നെ രണ്ടാമത്തെ പ്രശ്നം, ഇവർക്ക് ഫുട്ബോൾ വളർത്തണമെന്ന് ഇവർക്കും ആഗ്രഹമില്ല. കാരണം അക്കാഡമികളാണ് എല്ലാ ടീമുകളുടെയും നട്ടല്. അവർ കളിക്കാരെ ഉണ്ടാക്കുന്നതും രാജ്യത്തിന് കളിക്കാരെ കിട്ടുന്നതൊക്കെ ഇത്തരം അക്കാഡമികളിൽ. ഇപ്പോൾ ലാമാസിയ അക്കാഡമി ബാഴ്സയുടെ, ലാമാസിയ അക്കാഡമിയാണ് ബാഴ്സയുടെ നട്ടല്. അതുകൊണ്ട് അവരുടെ ടോപ്പ് താരങ്ങളല്ലേ ഇവരൊക്കെ വളർന്നു വന്നിരിക്കുന്നില്ല. ലയണൽ മെസ്സി ആണെങ്കിലും ഇവരൊക്കെ വളർന്നു വന്നിരിക്കുന്ന ഈ അക്കാഡമികളിൽ കൂടി. എല്ലാ ക്ലബ്ബുകൾക്കുണ്ട്. ഇന്ത്യയിൽ എത്ര ക്ലബ്ബുകൾക്ക് ഇന്ന് അക്കാഡമികളുണ്ട്? മര്യാദയ്ക്ക് നടക്കുന്ന അക്കാഡമി എത്ര പേർക്കുണ്ട്? ഇല്ല. ഇപ്പോൾ ബാംഗ്ലൂർ FCക്ക് പറയാം, ബാക്കിയൊക്കെ പേര് നടത്തുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷെ അതിൽ നിന്ന് എത്ര കളിക്കാർ പുറത്തേക്ക് വരുന്നു? അതിന് വലിയ പൈസ മാറ്റി വെക്കണം ക്ലബ്ബുകൾക്ക്. അതിനേക്കാൾ താല്പര്യം 10 കോടി രൂപ നിങ്ങൾ അക്കാഡമിക്ക് മാറ്റി വെക്കുന്നതിനേക്കാൾ അവർക്ക് ലാഭം 5 കോടി രൂപയ്ക്ക് പുറത്തൊരു താരത്തിനെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അവർ എളുപ്പ വഴിയാക്കി. ഇത് കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ എന്ന് നോക്കാൻ AFF-ന് സാധിക്കുന്നില്ല, FSDL ചെയ്യുന്നുമില്ല. അപ്പോൾ ഫലത്തിൽ നമ്മൾ ആദ്യത്തെ ഒരു ഓളം കഴിഞ്ഞപ്പം ഈ ISL കൊണ്ട് നമുക്ക് കാര്യമില്ല എന്നൊരവസ്ഥ വന്നു. ISL തന്നെ നടക്കുമെന്നുള്ള സംശയം വരുന്നു ഇത്രയും കാലം. ഐ ലീഗും ഓൾറെഡി ബാധിച്ചാത്ത അവസ്ഥയിലായി. ഇങ്ങനെ മുന്നോട്ട് എത്ര കാലം നമ്മൾ മുന്നോട്ട് പോകും? ഈ ISL-ന്റെ ആദ്യ സീസണിൽ തന്നെ അന്ന് TV-യിൽ കളി കണ്ടിരുന്നത് ഏകദേശം 430 ദശലക്ഷം ആൾക്കാരായിരുന്നു. പക്ഷേ കഴിഞ്ഞ 2 വർഷം മുന്നത്തെ കണക്കൊക്കെ നമ്മൾ നോക്കിയാൽ 100 ദശലക്ഷത്തിലും താഴെ കാഴ്ചക്കാരുള്ളൂ. വേണ്ട, നമ്മൾ കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കളി പോയി കണ്ടാൽ മതി.
എത്ര പേര് കാണാൻ പോകുന്നുണ്ട്. അപ്പോൾ അതും ഒരു പ്രശ്നമല്ലേ? കാരണം ഈ കാഴ്ചക്കാരുടെ ഒരു സംസ്കാരം കൂടി നമ്മളെ ഫുട്ബോളിന് തിരിച്ചടിയാകുന്നില്ല. ഇപ്പോൾ നമ്മൾ ഉറക്കൊഴിച്ച് സ്പാനിഷ് ലീഗും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗും അങ്ങനെ എല്ലാ വിദേശ ലീഗുകളും നമ്മൾ കാണും. പക്ഷേ നമ്മളൊരു ഐ ലീഗിൻ്റെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലീഗ് മത്സരങ്ങളോ ഒക്കെ കണ്ട് അത് ആളൊഴിഞ്ഞ സ്റ്റേഡിയത്തിലായിരിക്കും അത് നടക്കുക. അപ്പോൾ ഈ കാഴ്ചക്കാരുടെ ഒരു പ്രവണതയും ഈ ഫുട്ബോളിന് തിരിച്ചടിയാവുന്നില്ലേ? 84 കോഴിക്കോട്ട് നെഹ്റു കപ്പ് നടന്നിരുന്നു. ഒരു പുലർച്ചയ്ക്ക് 5 മണിക്ക് പോയി മാനാഞ്ചിറയിൽ മറ്റേ സ്റ്റേഡിയത്തിനടുത്ത് ക്യൂ നിന്നാൽ മാനാഞ്ചിറയൊക്കെ കടന്നു പോകും. എൻ്റെ ക്യൂ നിന്നാലേ നമുക്ക് ടിക്കറ്റ് കിട്ടുള്ളൂ. അത്ര തിരക്കായിരുന്നു. നാജിക്ക് വന്നാലും അതന്നെ അവസ്ഥ. അതേ കോഴിക്കോട് സ്റ്റേഡിയത്തിൽ നമ്മുടെ ഗോകുലം കേരളയൊക്കെ കളിക്കുന്ന സമയത്ത് ആളൊഴിഞ്ഞ സ്റ്റേഡിയം, ഒരു എന്താ പറയുക, ഒരു 10,000 പേര് പോലും ഇല്ല, 5,000 പേര് പോലും ഇല്ലാണ്ട് ഗോകുലം കേരള കളിക്കുകയാണ് ഐ ലീഗ്. അതിന് ഒരു കാരണം, അന്നൊന്നും നമ്മൾ വിദേശ ലീഗുകൾ, വിദേശ കളികളൊന്നും കണ്ടിരുന്നില്ല. 86 ശേഷം നമ്മൾ ശരിക്കും ലോകകപ്പ് കണ്ടു തുടങ്ങി, യൂറോപ്യൻ ലീഗ് കണ്ടു തുടങ്ങി. അപ്പം നമ്മുടെ കളിയായിട്ട് താരതമ്യം ചെയ്യുന്ന സമയത്ത് നല്ല ക്ഷമ വേണം നമ്മളെ കളി കാണണമെങ്കിൽ. അതിൻ്റെ നിലവാരം എന്ന് പറഞ്ഞാൽ അജഗജാന്തരമാണ്. നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല, താരതമ്യം ചെയ്യാൻ പറ്റില്ല. അതൊരു പക്ഷേ കുറേയൊക്കെ നമ്മളെ ബാധിക്കുന്നുണ്ട്. ജിതേഷ് ചോദിച്ച പോലെ നമ്മൾ സ്പെയിനും ബ്രസീലിനൊക്കെ വേണ്ടി ആർത്ത് വിളിക്കുന്നത് നമുക്കൊരു ബാധ്യതയുണ്ട്. ഇപ്പോൾ ഈ കളി കണ്ടിട്ടെങ്കിലും ഇവരെ രക്ഷപ്പെടുത്തി എടുക്കാമെന്ന്. ആ ബാധ്യതയില്ല. ഇതൊക്കെ എളുപ്പത്തിൽ നമ്മൾ ടി വി കാണുന്നു, നമ്മളെല്ലാം ഷോ കാണിക്കുന്നേ ഉള്ളൂ. ഇന്ത്യൻ ഫുട്ബോൾ വളരണമെന്നോ നമ്മുടെ ക്ലബ്ബുകൾ നന്നാവണമെന്നോ നമുക്കും ആത്മാർത്ഥമായ ഒരു താല്പര്യമൊന്നുമില്ല. നമ്മൾ കൂടി താല്പര്യപ്പെട്ടാൽ മാത്രമേ ഇതൊക്കെ നന്നാവുള്ളൂ. ഇപ്പോൾ കേപ്പ് വെറുതെ പോലത്തെ ചെറിയ രാജ്യങ്ങൾ, ഗാനയിൽ നിന്നൊക്കെ ആളുകൾ ഇല്ലാത്ത പൈസ കടം വാങ്ങിയിട്ട് അവർ ലോകകപ്പ് കാണാൻ പോകുന്നു. എടപ്പള്ളിയിൽ നിന്ന് കടുവ ക്ഷേത്രത്തിലേക്ക് പോകാൻ നമ്മൾ ആളുകൾ തയ്യാറല്ല. അപ്പോൾ പിന്നെ എങ്ങനെ കളി നന്നാവും? അത് നമ്മൾക്കും അതിലൊരു ചെറിയൊരു പങ്കുണ്ട്. ടീമുകൾക്കുണ്ട്. ടീമുകളുടെ നിലവാരം അനുദിനം കുറഞ്ഞു വരാം. നിങ്ങൾ 100-200 രൂപ കൊടുത്ത് ഈ തല്ലിപ്പൊളി കളി എന്തിനാണ് കാണുന്നത്? എനിക്ക് വീട്ടിലിരുന്ന് കളി കാണാമല്ലോ, EPL എന്ന് വിചാരിക്കും ആളുകൾ. അപ്പോൾ ഇതൊരു രണ്ടും പരസ്പര ബന്ധിതമായ ഒരു വിഷയമാണ്. ഈ മികച്ച താരങ്ങൾ ഇന്ത്യക്ക് ഇല്ലാത്തതും ഒരു പ്രശ്നമല്ല. ഈ IM വിജയനും അല്ലെങ്കിൽ സുനിൽ ഛേത്രി അങ്ങനെയുള്ള ഒരു കുറച്ച് വിരലുണ്ടാവുന്ന താരങ്ങൾ മാത്രമേ ഇന്ത്യക്ക് എക്കാലത്തും ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ മെസ്സിയെ പോലെയോ അങ്ങനെ അല്ലെങ്കിൽ ക്രിസ്ത്യാനോ പോലെയോ അങ്ങനെ വലിയ താരങ്ങൾ പിന്നീട് വളർന്നു വരാത്തതും ആരാധകർക്ക് ഒരു ഇന്ത്യൻ ഫുട്ബോളിനോട് ഒരു വിരസത വരാനുള്ള കാരണമായിട്ടില്ലേ? ഇനി കളിക്കാർ വരുന്നില്ല നമ്മൾ പറഞ്ഞതിനേക്കാൾ ഇത്രയും കളിക്കാർ നമുക്ക് ഉണ്ടായല്ലോ. അങ്ങനെ ചിന്തിച്ച് നോക്കും. നമുക്ക് ഒന്നും രണ്ടും അല്ല. ഇന്ദർ സിംഗ്, നമ്മൾ നേരത്തെ പറഞ്ഞ ആളുകളുടെയൊക്കെ പേര്, മകൻ സിംഗ്, ഛേൻ സിംഗ്, പിന്നെ മേവാലാൽ, ശൈലൻ മേനയുടെ കാല് രാജാവ് തൊട്ട് നോക്കിയത് വെറുതെ അല്ല, വേറെ കളിക്കാരില്ലാത്തതുകൊണ്ടല്ലോ. ഇത്രയും വലിയ കളിക്കാർ നമുക്കുണ്ട്. നമുക്ക് കേരളത്തിൽ നോക്കും, IM വിജയനുണ്ട്, ജോപ്പോളാഞ്ചേരിയുണ്ട്, വിക്ടർ മഞ്ഞില, SS നാരായണൻ, ഒളിമ്പ്യൻ റഹ്മാൻ. നമുക്ക് കളിക്കാർക്ക് ഒരു പഞ്ഞുമില്ല. കളിക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെ തിരിച്ച് കണ്ടു നോക്കണം. പക്ഷേ എന്തോ 90-2000 ശേഷം എവിടേക്കോ നമുക്ക് നഷ്ടപ്പെട്ടു. നല്ല കളിക്കാർ വരാത്തതുകൊണ്ടല്ല. കളിക്കാർ എല്ലാ കാലത്തും ഒരുപോലെ വരും. അവരെ കണ്ടെത്താനൊരു സംവിധാനമില്ല. IM വിജയനൊക്കെ എങ്ങനെ വന്നു? IM വിജയൻ സ്വയം ഞാൻ നല്ല കളിക്കാനാണെന്ന് പറഞ്ഞിട്ട് അപേക്ഷ അയച്ചിട്ട് വന്നതല്ലല്ലോ. IM വിജയനെ കണ്ടെത്താൻ അവിടെ ഒരു കോച്ച് ഉണ്ടായിരുന്നു, ഒരു സംവിധാനം ഉണ്ടായിരുന്നു. കേരള പോലീസിൽ ജോലി എടുക്കാൻ ഒരു DGP ഉണ്ടായിരുന്നു. അങ്ങനെ കണ്ടെത്താൻ ഒരു സംവിധാനം. ആ സംവിധാനമാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. കളിക്കാർക്കൊരു ക്ഷാമം ഉണ്ടാവില്ല. കളിക്കാരുണ്ടാവും. മലപ്പുറത്ത് പോലും, കൊല്ലത്ത് പോലും, കോഴിക്കോട്ടും ഒക്കെ കളിക്കാരുണ്ട്. തിരുവനന്തപുരത്തൊക്കെ കളിക്കാരുണ്ട്. അവരെ കണ്ടെത്താനുള്ള സംവിധാനമാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. കളിക്കാർ വരാത്തതില്ല. പിന്നെ ലയണൽ മെസ്സിയെ പോലെ മറ്റൊരു ലയണൽ മെസ്സി വരില്ല എന്ന് നമുക്ക് പറയാം. അത് മറ്റൊരു IM വിജയൻ വരുമെന്ന് നമുക്ക് ഉറപ്പിക്കാൻ വയ്യ. കാരണം അതൊക്കെ അധിക ശോഭയുടെ നക്ഷത്രങ്ങളാണ്. അതുപോലത്തെ ഒരു IM വിജയൻ വന്നുകൊണ്ടെന്നില്ല. പക്ഷെ അതുപോലത്തെ ആളുകളുണ്ട്. എവിടേക്കോ നമ്മളെ ചുറ്റുമുണ്ട്, കളിക്കുന്നുണ്ട്. അവരൊരു ഘട്ടത്തിൽ അവർ ചെറിയ പ്രായത്തിൽ വേണം കണ്ടെത്താൻ, അവിടെ വേണം അവർ വളർത്താൻ. ആ സംവിധാനമാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയത് ശരിക്കും. ഇനി നമ്മൾ തുടങ്ങിയതിലേക്ക് തന്നെ തിരിച്ചെത്താം. ഇന്ത്യ വേൾഡ് കപ്പ് കളിക്കാൻ ഇനി എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടോ? അതിന് നമ്മൾ എന്ത് സൗകര്യങ്ങളാണ് നമുക്ക് ഇവിടെ ഒരുക്കി കൊടുക്കേണ്ടത്? നമ്മളൊരിക്കലും ലോകകപ്പ് കളിക്കില്ല എന്ന് നമുക്ക് കണ്ണടച്ച് പറയാൻ സാധിക്കില്ല. കാരണം നമ്മളിത് പറയുന്ന കാര്യങ്ങൾ നമുക്ക് യൂറോപ്യൻസിന് അത്ര കരുത്തില്ല, അത്ര വേഗതയില്ല. ഇതൊക്കെയാണ് നമ്മൾ പറയുന്നത്. സമ്പത്തില്ല. പക്ഷെ നമ്മളെക്കാളും സമ്പത്ത് കുറഞ്ഞ ആഫ്രിക്കൻ രാജ്യങ്ങൾ കളിക്കുന്നില്ലേ? പിന്നെ ശാരീരിക ക്ഷമതയുടെ കാര്യം പറയുന്നു. ഫുട്ബോളിൽ മാത്രം എന്താ പ്രശ്നം? നമ്മുടെ നീരജ് ചോപ്ര, ശാരീരിക ക്ഷമത ഒരുപാട് വേണ്ട കളിയല്ലേ അത്ലറ്റിക്സ്. അവിടെ നീരജ് ചോപ്ര സ്വർണ്ണം നേടിയില്ലേ, നമ്പർ 1 ആയില്ലേ. ബാഡ്മിൻ്റൺ, നമ്മൾ പറഞ്ഞ ചൈനക്കാരുടെ മുന്നിൽ നമ്മൾ എങ്ങനെ ബാഡ്മിൻ്റൺ കളിക്കുന്നു? നമ്മൾ അവരൊക്കെ മറികടന്ന് നമ്മൾ ലോക ജേതാവായിട്ടില്ലേ, നമ്മൾ നമ്പർ 1 ആയിട്ടില്ലേ. വോളിബോൾ ഇപ്പോൾ നമ്മളിതാ കഴിവ് കളിക്കുന്നു. ഹോക്കി, ഈ അർജന്റീനയും ജർമ്മനിയും സ്പെയിനും ഫ്രാൻസും ഒക്കെ കളിക്കുന്ന കളിയാണ് ഹോക്കി. അവിടെ അവരൊക്കെ നമ്മൾ തോൽപ്പിക്കുന്നില്ലേ. ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടിയില്ലേ. ഇതേ പ്രശ്നങ്ങളൊക്കെ ഹോക്കിയിലും ഉണ്ടായിരുന്നു. ഹോക്കിയിൽ നമ്മൾ തകർന്നു പോകുന്നൊരു കാരണം നമ്മൾ ടർഫുകളിലേക്ക് മാറാനുള്ളൊരു കാലതാമസമായിരുന്നു. എല്ലാവരും ടർഫിലേക്ക് മാറി, നമ്മൾ പരമ്പരാഗതമായിട്ട് കളിച്ചുകൊണ്ടിരുന്നു. പക്ഷെ നമ്മൾ മാറിക്കഴിഞ്ഞാൽ നമ്മളെ കളി മാറി, നമ്മുടെ മൊത്തം സംസ്കാരം മാറി. ഒറീസ പോലത്തെ ഒരു സ്ഥലത്ത് വലിയ സപ്പോർട്ട് വന്നു, ഒരുപാട് ഗ്രൗണ്ടുകളൊക്കെ വന്നു, ഹോക്കി മാറി. അപ്പോൾ നമ്മൾ അവരൊക്കെ പിന്നെ മറികടക്കുന്നു. അതുപോലെ തന്നെ ഫുട്ബോളിന് സാധിക്കും. അതിനുവേണ്ടി നമ്മളെന്താ ചെയ്യേണ്ടത്? ഈ സംവിധാനങ്ങൾ ആദ്യം, ഗ്രൗണ്ടുകൾ വേണം, കളിക്കാർക്കുള്ള സംവിധാനങ്ങൾ വേണം, പ്രൊഫഷണൽ ക്ലബ്ബുകൾ വേണം. ഈ ക്ലബ്ബുകൾ നന്നായിട്ട് നിരീക്ഷിക്കണം. നമ്മൾ ടൂർണമെൻറ്റുകൾ മരിച്ചുപോയ കാര്യം പറഞ്ഞു. നമ്മൾ ശരിക്കും ഓർമ്മിക്കേണ്ട ഒരു സാധനം നെഹ്റു കപ്പാണ്. ഞാനൊരു പരാമർശം നടത്തിയിട്ടില്ല കോഴിക്കോട്ട് നെഹ്റു കപ്പ് നടന്നത്. നെഹ്റു കപ്പിൽ വന്ന് കളിച്ച കളിക്കാരുടെ പേരുകൾ അറിയോ? 86 ഡീഗോ മാർഡോണയുടെ അർജന്റീന കപ്പടിച്ചില്ലേ, അതിൽ കളിച്ച 6 പേര് കൽക്കട്ടയിൽ വന്നിട്ട് നെഹ്റു കപ്പ് കളിച്ചിട്ടുണ്ട്. അവരുടെ ഗോൾ കീപ്പർ നെറി പമ്പിഡോ, അവരുടെ ഫൈനലിൽ ഗോളടിച്ച ബെർച്ചാഗ, ലൂയിസ് ബ്രൗൺ, ഉറുഗ്വേയുടെ എക്കാലത്തെയും വലിയ ലെജൻഡായിട്ടുള്ള എൻസോ ഫ്രാൻസിസ്കോലി നെഹ്റു കപ്പ് കളിച്ചിട്ടുണ്ട്. റഷ്യയുടെ ലെജൻഡറി ഗോൾ കീപ്പർ ദാസേവ്
പിന്നെ കളിച്ചിട്ടുണ്ട്. ബ്രയാൻ ലാഡ്രൂപ്പ് ഡെൻമാർക്കിൻ്റെ എക്കാലത്തെ ഏറ്റവും വലിയ താരമാണ്. ബ്രയാൻ ലാഡ്രൂപ്പ് കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ വന്ന് കളിച്ചിട്ടുണ്ട് നെഹ്റു കപ്പ്. അപ്പോൾ ഇത്രയും ആൾക്കാരൊക്കെ വന്ന് കളിച്ച് ഇതൊക്കെ നമ്മൾ നഷ്ടപ്പെട്ടു. ഇനി ടൂർണമെൻറ്റുകൾ വരണം, ഇതുപോലെ നല്ല കളിക്കാർ അവരുടെ നല്ല പ്രായത്തിൽ വന്ന് കളിക്കാൻ വരണം. ഇപ്പോൾ ഇന്ത്യയിൽ പണമില്ലാന്ന് മാത്രം നമ്മൾ പറയരുത്. ലോകത്തിലെ ഏറ്റവും ധനാഢ്യരായിട്ടുള്ള സംഘടന ഏതാ? BCCI. അത് ആ പണം മുഴുവൻ അവരെവിടെ നിന്നാണ് ഉണ്ടാക്കുന്നത്? ഇന്ത്യയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന പണമാണ്. നമ്മുടെയൊക്കെ കീശയിലെ പണമാണ് BCCIയുടെ അളമാറയിൽ നിന്ന് അക്കൗണ്ടിൽ കിടക്കുന്നത്. ഇന്ത്യയിൽ പണമില്ലാന്ന് പറയരുത്. അതിനെ നമ്മൾ ഫുട്ബോളിലേക്ക് വഴിതിരിച്ച് വിടാൻ സാധിക്കണം. ഇപ്പോൾ ഡൽഹിയിൽ ഇപ്പോൾ വലിയൊരു വിവാദം നടക്കുന്നുണ്ട്. ഡൽഹി ഫുട്ബോൾ ലീഗ്, നമ്മൾ ആരും കേട്ടിട്ടുണ്ടോ ഡൽഹിയിൽ ഫുട്ബോൾ ലീഗ് നടക്കുന്നത്? അവിടെ അപാരമായ ബെറ്റിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആരൊക്കെയോ ഇന്ത്യയിൽ ഫുട്ബോളിൽ പണം നിക്ഷേപിക്കുന്നുണ്ട്. അത് ബെറ്റിംഗ് നടക്കുക ഇന്ത്യ എന്നല്ല, പുറത്തുനിന്ന് ഏതൊക്കെ രാജ്യങ്ങളിലെ ആൾക്കാരാണ് അത്ര. അത് അതിൻ്റെ അടിയിലെ കമൻറ്റുകളൊക്കെ പല ഭാഷകളിലാണ്. അപ്പോൾ അവരൊക്കെ ബെറ്റിംഗ് നടക്കുന്നുണ്ട്. ഫുട്ബോൾ പക്ഷേ നല്ല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പണം വരികയും ഈ ടീമുകൾക്ക് ഒരു സ്ട്രക്ചർ ഉണ്ട്. ഒരു ഫുട്ബോളിന് ഈ നമ്മുടെ ലീഗുകൾക്കൊക്കെ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കുകയും ചെയ്താൽ ഇന്ത്യയിൽ ഫുട്ബോൾ തിരിച്ചു വരും. നമ്മൾ 34 അല്ലെങ്കിൽ 38 ലോകകപ്പിലെങ്കിലും നമുക്ക് കളിക്കാൻ. അതിന് സർക്കാർ നേരിട്ട് ഒരിക്കലും ഫുട്ബോൾ ഫെഡറേഷനിൽ ഇടപെടാൻ സാധിക്കില്ല. പക്ഷേ ഫെഡറേഷൻ അതൊന്നും ഉണർന്ന് പ്രവർത്തിക്കണം. ഫെഡറേഷനിൽ കാലങ്ങളായിട്ട് ഫെഡറേഷൻ ചിലരുടെ മാത്രം കുത്തക, രാഷ്ട്രീയക്കാർ മാത്രം കുത്തകയായിരുന്നു. രണ്ട് കളിക്കാർ തമ്മിലായിരുന്നു മത്സരം. അതുകൊണ്ട് കല്യാൺ ചൗബയെ പോലത്തെ ഒരു കളിക്കാരൻ വന്ന സമയത്ത് നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴും അതിൻ്റെ തൊഴുത്തിൽ കുത്തും പ്രശ്നങ്ങളും കാരണം അവർക്ക് വിരിക്കപ്രതിയില്ല. ഇപ്പോഴും പക്ഷേ പേര് മാറ്റാനുള്ള ശ്രമങ്ങളൊക്കെയാണ്. അതെ, പേരല്ല മാറ്റേണ്ടത്, അവരുടെ പ്രകൃതമാണ് മാറ്റേണ്ടത്. പേര് മാറ്റിയത് കൊണ്ടൊന്നും ഇന്ത്യൻ ഫുട്ബോൾ രക്ഷപ്പെടാൻ പോകുന്നില്ല. മാറ്റേണ്ടത് ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷൻ്റെ അല്ലെങ്കിൽ ഇന്ത്യൻ ഫുട്ബോൾ സംഘടന, ഫുട്ബോൾ ഫെഡറേഷൻ മാത്രമേ, ഫുട്ബോൾ സംഘാടനത്തിൻ്റെ പ്രകൃതം സ്വഭാവം മാറ്റണം. ഫുട്ബോൾ നന്നാവണമെന്ന് നമ്മൾ ഫുട്ബോൾ പ്രേമികൾക്കും ഫുട്ബോൾ നടത്തിപ്പുകാർക്കും ആഗ്രഹം വേണം. അങ്ങനെ അവർ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചാൽ, അതിനുവേണ്ടി ശ്രമിച്ചാൽ ഒരു സംശയം വേണ്ട, ഇന്ത്യൻ ഫുട്ബോൾ കളിക്കും. അതിനൊരു തടസ്സമില്ല. പണം തടസ്സമല്ല, ശാരീരിക ക്ഷമത ഒരു തടസ്സമല്ല, ഒന്നും തടസ്സമല്ല. നമുക്ക് മനസ്സുണ്ടാവണം. മനസ്സുണ്ടായാൽ നമുക്ക് മാനത്ത് പറക്കാം.